يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهم الأخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അല്ലാഹു മർഖദഹു തങ്ങളുടെ നാമധേയത്തിൽ അവിടുത്തെ കാൽക്കൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇൽമിന്റെ മജ്‌ലിസുകൾ പലപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ദിക്റിന്റെയും ദുആയുടെയും സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. കൂട്ടത്തിൽ ഒരു മജ്‌ലിസായി ഇന്നും ഇനി നാളെ ഇതിനേക്കാൾ വിപുലമായി ഉസ്താദുമാരും സാദാത്തുക്കളുമൊക്കെ പങ്കെടുക്കുന്ന സദസ്സും സംഘടിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിനു വേണ്ടിയുള്ള മജ്‌ലിസുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അല്ലാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്നതായി ഉയരുകയും അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്നതായി അല്ലാഹു നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. ആത്മസംസ്കരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിക്കണമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ആത്മീയമായി സംസ്കരണമുള്ളവരായിരുന്നു ആ വിഷയം സംസാരിക്കാൻ അർഹതയുള്ളവർ. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം സംസാരിക്കാനുള്ള യോഗ്യതയില്ല. ആത്മസംസ്കരണമുള്ള സജ്ജനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സംസ്കരണമുള്ളവരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതിയ സൂറത്തിൽ വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. ഇങ്ങനെ ഒരഞ്ച് എട്ട് സത്യം അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്റെ നഫ്സിനെ, മനുഷ്യന്റെ ആത്മാവിനെ, മനുഷ്യന്റെ ഹൃദയത്തെ, മനുഷ്യന്റെ റൂഹിനെ
മനുഷ്യനെ സംസ്കരിച്ചെടുത്ത വ്യക്തി നിശ്ചയം വിജയം കൈവരിച്ചുപോയി. അതിനെ മോശമാക്കിയവൻ, ചീത്തയാക്കിയവൻ പരാജയപ്പെട്ടുപോയി. വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് സംസ്കരണം നേടിയിട്ടുള്ള ആളുകൾക്കാണ്. വുളുവിന്റെ ശേഷം ഒരു ദുആ പ്രത്യേകം സുന്നത്തുണ്ട്. മേൽപോട്ട് കണ്ണും കൈയും ഉയർത്തി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. നമ്മളിൽ ഏകദേശം ആളുകൾക്കും ആ ദുആ അറിയാം. പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി, അതുപോലെ ഉസ്താദിന്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി, അത് മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ചൊല്ലാൻ വേണ്ടി ദിക്ർ പഠിക്കൽ നമ്മൾ വളരെ കുറവാണ്. ദിക്ർ അധികവും പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി പഠിക്കലാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത ഒരുപാട് ദിക്റുകൾ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ദിക്റൊക്കെ ചൊല്ലാനും ദുആ നടത്താനും നമ്മൾക്കൊക്കെ വലിയ മടിയാണ്. പിന്നെയും ദിക്ർ പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കലാണ്. ഈ പഠിച്ചൊന്നും ചെല്ലാതെ മദ്രസ മുതലേ പഠിച്ച ഒരുപാട് ദിക്റുകൾ ഉണ്ടായിട്ട് അതൊന്നും ചൊല്ലാതെ ആരെങ്കിലും ദിക്ർ പറഞ്ഞു തരാനുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. വളരെ പ്രധാനപ്പെട്ട ദിക്ർ ദുആ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, നീ ധാരാളമായി ഖേദിച്ച് മനസ്സുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി തരണം. വജഅൽനി മിനൽ മുതതഹിരീൻ, സംസ്കരണമുള്ള ശുദ്ധീകരണമുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തി തരണം. എല്ലാ വുളുവിന്റെ ശേഷവും പ്രത്യേകം ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് സുന്നത്തുള്ള ഒരു ദുആ, വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ. ഈ ദുആ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒന്ന്, ആര് സംസ്കരണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും, ആര് വിജയം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവന് സംസ്കരണം വേണമെന്ന് നേരത്തെ നാം പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. ശുദ്ധീകരണം വേണമെങ്കിൽ അതിന് മുമ്പ് തൗബ വേണം. വത്തൗബു മിഫ്താഹു ലികുല്ലി ത്വാഅതി وأساس كل الخير أجمع أشملا. فالتوب مفتاح لكل طاعة وأساس كل الخير أجمع أشملا. സൈനുദ്ദീൻ അൽ-മഅ്ബരി റഹ്മത്തുള്ളാഹി അലൈഹി ആത്മസംസ്കരണത്തിന് വേണ്ടി നിർദ്ദേശം നൽകാൻ രചിച്ച കിതാബുൽ അദ്കിയയിൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തി, എല്ലാ വഴിപാടുകളുടെയും താക്കോലാണ് തൗബ. വഅസാസു കുല്ലിൽ ഖൈരി അജ്മഅ അശ്മല, എല്ലാ ഖൈറും കിട്ടാനുള്ള അടിത്തറയും തൗബയാണ്. അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുക. അത് നാവുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു എന്ന് പറയൽ അല്ല, മനസ്സിന്റെ അടിത്തട്ടിൽ ചെയ്തുപോയ തെറ്റുകളിൽ അങ്ങേയറ്റത്തെ ഖേദം ഉണ്ടാവൽ തന്നെയാണ്. അത്തൗബത്തു അന്നദം.
തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. അങ്ങേയറ്റത്തെ ഖേദം, മാനസികമായ വേദന, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ചു പോയതിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയതിലും തെറ്റുകൾ വന്നുപോയതിലും ഉണ്ടാകണം. അങ്ങനെ തൗബക്ക് സന്നദ്ധനാകുന്ന, തൗബ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സംസ്കരണം എന്നത് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ശരി. ഈ കാരണം കൊണ്ട് പൂർവകാലത്ത് ആത്മസംസ്കരണം ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും പണ്ഡിതന്മാരെ സമീപിച്ചാൽ, ഏത് രോഗത്തിനും ഡോക്ടർമാർ ഉണ്ടല്ലോ, ആത്മസംസ്കരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഡോക്ടർമാർ അമ്പിയാക്കളും അവരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരുമാണ്. അമ്പിയാക്കളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർ അവർ വിവരം ഉള്ളവരും ബോധം ഉള്ളവരും ആ ബോധത്തോടുകൂടി തന്നെ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരുമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത്, ഇന്നാ അർസൽനാക ഷാഹിദൻ, അങ്ങയെ നാം ഷാഹിദാക്കി അയച്ചു. ആദ്യമായി അങ്ങയെ ഷാഹിദാക്കി. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സാക്ഷി എന്ന് പറയും. ആരാണ് സാക്ഷിയാവുക? അറിവുള്ള ആള്. അറിവില്ലാത്ത ആൾ എങ്ങനെ സാക്ഷി പറയല്? വിഷയത്തെക്കുറിച്ച് അറിയുന്നവനാണല്ലോ സാക്ഷിയാവുക. ഇന്നാ അർസൽനാക ഷാഹിദൻ, അങ്ങയെ ഏറ്റവും അറിവുള്ള, എല്ലാ ബോധവും തെളിഞ്ഞ, അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ ശുഹൂദ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ ഹുളൂർ ഹൃദയത്തിൽ ലഭിച്ച, അല്ലാഹുവിൽ തന്നെ ഹൃദയം ലയിച്ച ഷാഹിദായി ഏറ്റവും വലിയ മുശാഹദയുടെ ഏറ്റവും വലിയ സ്ഥാനം, അല്ലാഹുമായി ഹൃദയം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൽ ലയിച്ചിട്ടുള്ള സ്ഥാനം അങ്ങേക്ക് തന്നിട്ടുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറ, അങ്ങനെയുള്ള അറിവിൽ ഏറ്റവും മേലെ എത്തുകയും അങ്ങനെ ഉറപ്പായ അറിവ്, ശരിക്ക് നേരെ സാക്ഷിയായിക്കൊണ്ടുള്ള അറിവ്, അല്ലാഹുവിനെ നേരിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള അറിവ്, ആ അറിവ് കിട്ടിയ നബിയെ അങ്ങയെ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന, ജനങ്ങളെ അകറ്റിക്കളയാതെ ജനങ്ങളെ അടുപ്പിച്ച് നന്നാക്കുന്ന, തബ്ശീർ നടത്തുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന വ്യക്തിയായും അല്ലാഹു അയച്ചു. വനദീറൽ, തെറ്റി നടന്നാൽ താക്കീത് ചെയ്യുന്ന വ്യക്തിയായും അയച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പറയുന്നു, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായി അയച്ചു. അല്ലാഹുവിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനം ഉണ്ട്. അല്ലാഹുവിലേക്ക് ഹൃദയം എത്തിച്ചേരുക, ആ സ്ഥാനത്തേക്ക്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായി അങ്ങയെ അയച്ചു. അപ്പോ ആദ്യമായി ഏറ്റവും വലിയ മുറബിയും ഏറ്റവും വലിയ മുശാഹദയുടെ മഖാമിൽ ഉള്ള ആളും, അത് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്ന വാചകമാണ്, എല്ലാവർക്കും തിരിഞ്ഞോളന്നില്ല. എല്ലാ സ്ഥാനവും കൈവരിച്ചിട്ടുള്ള ആളും, എല്ലാ പദവിയിലും എത്തിയിട്ടുള്ള ആളും, എല്ലാവരെയും സംസ്കരിക്കാൻ കഴിവുള്ള ആളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ ബോധവും അറിവും ജ്ഞാനവും ഉറപ്പും ഉള്ള ആളായി ജനങ്ങളേക്ക് താക്കീത് ചെയ്യുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനായി അല്ലാഹു തആല അയച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അല്ലാഹുവിന്റെ ഏകൽ മുഖേന ബിഇദ്നിഹി
അല്ലാഹുവിന്റെ ഏകൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ധാരാളം ആളുകൾ ഹിദായത്തിലേക്ക് വരുന്നു. ആ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ പ്രകാശം ജ്വലിക്കുന്ന, അത് വിതരണം ചെയ്യുന്ന വലിയ വിളക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരിക്കുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ഓർക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിലോകത്ത് മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി വന്ന ഏറ്റവും വലിയ നേതാവാണ്. ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് ആവശ്യമായ എല്ലാ കഴിവുകളും എല്ലാ പവറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് ആത്മസംസ്കരണം തന്നെ പ്രസംഗിക്കാൻ വായാടിത്തമുള്ളവർ കഴിയും, ആത്മീയമായി സംസ്കരിക്കാൻ കഴിയില്ല. ആത്മീയമായി സംസ്കരിക്കണമെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിലെ രാജാവ് മനുഷ്യന്റെ ഹൃദയമാണ്. കയ്യും കാലും കണ്ണും മൂക്കും നാക്കും ഒക്കെ ഹൃദയത്തിന്റെ പട്ടാളക്കാരാണ്. ജുനൂദുൽ ഖൽബ്, ഹൃദയത്തിന്റെ പട്ടാളക്കാരാണ്. ഹൃദയം, മനസ്സ് ഒരു സ്ഥലത്തേക്ക് നോക്കണം എന്ന് കൽപ്പിച്ചാൽ കണ്ണ് അങ്ങോട്ട് നോക്കും. മനസ്സ് ഒന്ന് കേൾക്കണം എന്ന് കൽപ്പിച്ചാൽ കാത് കേൾക്കും. മനസ്സ് ഒരു സാധനം പിടിക്കണമെന്ന് കൽപ്പിച്ചാൽ കൈ അങ്ങോട്ട് നീളും. മനസ്സ് ഒരു സ്ഥലത്തേക്ക് നടക്കണമെന്ന് കൽപ്പിച്ചാൽ കാല് അങ്ങോട്ട് ചലിക്കും. അങ്ങനെ മനസ്സാകുന്ന രാജാവിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന പട്ടാളക്കാരാണ് മനുഷ്യ ശരീരത്തിലെ സർവ്വ അവയവങ്ങളും. ഈ രാജാവിനെ സംസ്കരിക്കാൻ കഴിയണം. അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഹൃദയം ശുദ്ധിയായാൽ എല്ലാം ശുദ്ധിയായി, അത് ചീത്തയായാൽ മുഴുവനും ചീത്തയായി. അപ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ആ ഹൃദയം ശുദ്ധീകരിക്കണമെങ്കിൽ ഹൃദയത്തിലെ മാലിന്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നവരാകണം. അങ്ങനെ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന രംഗത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നി ലാ യഖ്ഫാ അലയ്യ സ്വലാത്തുക്കും വലാ ഖുശൂഉക്കും ഇന്നി അറാക്കും മിൻ വറാഇ. ഓ ജനങ്ങളെ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്ത് നോക്കി നിസ്കരിക്കുമ്പോൾ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എനിക്ക് മുന്നോട്ട് നോക്കുന്ന സമയത്ത് തന്നെ പിന്നിലും കാഴ്ചയുണ്ട്. എനിക്ക് ഒരു ഭാഗത്തേക്ക് നോക്കിയത് കൊണ്ട് മറ്റൊരു ഭാഗം കാണാത്ത കാഴ്ചയല്ല എന്റേത്. എനിക്ക് എവിടെയും കാണാൻ കഴിയുന്ന നിലക്കുള്ള കാഴ്ച അല്ലാഹു തആല തന്നിട്ടുണ്ട് എന്ന് മാത്രം അല്ല, വലാ ഖുശൂഉക്കും, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭയഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എത്ര ഭക്തിയുണ്ട്, ഏത് നിയ്യത്തുണ്ട്, ഏത് ചിന്തയുണ്ട്, ഏത് വിചാരമുണ്ട്, ഏത് വികാരമുണ്ട് എന്നത് പോലും എനിക്ക് നന്നായി അറിയാം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ ഡോക്ടർ. ആ ഡോക്ടറായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല, ലോകത്തുള്ള എല്ലാ ഹൃദയ ശുദ്ധീകരണ രംഗത്തും പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് മുഴുവനും ഗുരുനാഥൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയത്തിലുള്ളത് നന്നായി കാണാൻ കഴിയുകയും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ലാതെ ഹൃദയം ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ,
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ പിന്നീട് നബിമാർ വന്നുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കൽ ഇല്ല, മറിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരായി, അവരുടെ നബിമാരുടെ അവകാശികളായി, അവരുടെ സ്ഥാനത്ത് ശേഷം പ്രവർത്തിക്കുന്നത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരും മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുന്ന ഡോക്ടർമാരാണ്. ആ നിലക്ക് വന്ന ഡോക്ടർമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാതിനിധ്യം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്, സംസ്കരിച്ചെടുക്കുന്നുണ്ട്. ഭൂമിതാലത്തില് ഞാൻ ദീനെ നടത്തുവാൻ വേദാംബർതമ്മൂടെ ആള് ഞാനെന്നോവർ വേദം വിളമ്പിപ്പറവാൻ മടിച്ചാരെ വേദാംബർ വായിൽ തുപ്പിക്കൊടുത്തോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാതിനിധ്യം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഡോക്ടറായിരുന്നു. ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഡോക്ടറായിരുന്നു. അവിടുത്തെ ജോലി എന്താണ്? അവിടുത്തെ ജോലി, അവിടുത്തെ വളീഫ, അവിടുത്തെ ജോലി ഭൂമിതലത്തില് ഞാൻ ദീനെ നടത്തുവാൻ വേദാംബർതമ്മൂടെ ആള് ഞാനെന്നോവർ. വേദാംബർ, വേദം നൽകപ്പെട്ടവർ, അഥവാ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് വേദാംബർ എന്ന് പറഞ്ഞത്. ആ വേദം നൽകപ്പെട്ട, ഖുർആൻ നൽകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധിയായി പരിശുദ്ധ ഇസ്ലാമിനെ നടപ്പാക്കുക എന്നതാണ് എന്റെ ജോലി. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാതിനിധ്യം സ്വീകരിച്ചുകൊണ്ടാണ്. വഅദ് പറഞ്ഞ് ജനങ്ങളെ സംസ്കരിക്കുക, ഉപദേശം നൽകി ജനങ്ങളെ നന്നാക്കുക. അതിനുവേണ്ടി കഴിയാതെ മടിച്ചു നിന്നപ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾക്ക് നേരിൽ അല്ലാഹുവിന്റെ റസൂല് ബിരുദം കൊടുത്തിട്ടുണ്ട്. ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഹിദായ ആളുകൾ. അതേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിങ്കൽ നിന്ന് നേരിൽ തന്നെ ഷാഹിദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ പദവിയിലുള്ളവരാണെങ്കിലും അല്ലാഹുവിന്റെ റസൂല് മുഖേന ഷാഹിദായവരാണ് ബഹുമാനപ്പെട്ട സഹാബികൾ. ആ ഷാഹിദായ സഹാബികൾ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, എന്നിലൂടെ നേരിൽ കണ്ട് ദീൻ പഠിച്ചവരും മനസ്സിലാക്കിയവരും സംസ്കരണം എന്നിലൂടെ കിട്ടിയവരുമായ നിങ്ങൾ അതിന് കഴിയാത്തവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സഹാബത്തിനെ നേരിൽ തന്നെ സംസ്കരണ പ്രവർത്തനത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പിന്തലമുറയിലായി വന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജനങ്ങളെ സംസ്കരിക്കാനുള്ള പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാതെ, ഉപദേശം നൽകാതെ നിൽക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് അതാ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂല് മുന്നിലെത്തുന്നു. ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആളുകൾ സുന്നികളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുമ്പെങ്ങാനും വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹീദ്ദീൻ ശൈഖിന്റെ മുന്നിലെത്തി എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിയാരെ പറയുന്നത്? അത് വലിയൊരു വിഷയമൊന്നുമല്ല. അത് ശബാബ് വാരികയിലും ഉണ്ട്, മുഹീദ്ദീൻ മാലയിൽ മാത്രമല്ല. ഇസ്രാ മിറാജിന്റെ ദിവസം അമ്പിയാക്കളൊക്കെ മസ്ജിദുൽ അഖ്സയിൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിനെ തുടർന്ന് നിസ്കരിച്ചു. നബിമാർ വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു എന്ന് ശബാബ് വാരികയിലും ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇതും അങ്ങനെ നബിമാർ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു എന്ന് ശബാബ് വാരികയിൽ ഉണ്ട്. 997 അതാ റജബ് മാസത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഇസ്രാ മിഅ്റാജും എന്ന ലേഖനത്തിൽ അവർ തന്നെ എഴുതിയതായി കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ടത് വിഷയം. അപ്പൊ നബിമാർ ചിലപ്പോ പുറത്തു വരാറൊക്കെയുണ്ട്. അവര്
പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടികളിൽപ്പെട്ട ശിഷ്യനായ ഗൗസുൽ ആസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീം തങ്ങൾക്ക് പൊരുത്തം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നു. എന്റെ മോനെ പ്രസംഗിക്കാത്തത്? എനിക്ക് സാഹിത്യകാരന്മാരായ ആളുകളോട് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു, മടി തോന്നുന്നു, ഞാൻ സാഹിത്യകാരനല്ല. അപ്പോഴാണ് അടുത്തോട്ട് വരൂ മോനെ എന്ന് പറഞ്ഞ് വായിൽ 7 പ്രാവശ്യം തുപ്പിക്കൊടുക്കുന്നു. 7 പ്രാവശ്യം തുപ്പിക്കൊടുത്തതിന് ശേഷം അവിടുന്ന് വഅദ് പറയാൻ വേണ്ടി പറയുന്നു. വഅദ് പറയാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ വീണ്ടും വിറക്കുന്നു. അപ്പോൾ കാണുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. എന്താ തുടങ്ങാത്തത്? വിറക്കുന്നു. വായ തുറക്കാൻ പറയുന്നു. 7 പ്രാവശ്യം വായിൽ തുപ്പിക്കൊടുക്കുന്നു. എന്റെ ഉപ്പാപ്പ 7 പൂർത്തീകരിക്കാത്തത്? അദബം മഅ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂല് കൊടുത്തതുപോലെ കൊടുക്കാൻ ഞാനായിട്ടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അദബിന് വേണ്ടി 1 എണ്ണം കുറച്ചതാണ് എന്ന് പറയുന്നു. വഅദ് തുടങ്ങാൻ പറയുന്നു. അവിടുന്ന് വഅദ് തുടങ്ങുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. നിങ്ങൾക്കറിയില്ലേ, ഫത്ഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലഘട്ടത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ എഴുതുമ്പോൾ കോഴിക്കോട്ട് ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് മുഹീദ്ദീൻ മാല എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആ മുഹീദ്ദീൻ മാല ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അതുപോലത്തെ വലിയ വലിയ അലിമീങ്ങളും ഔലിയാക്കളും പരിശോധിച്ചിട്ട് തെറ്റ് കാണുന്നില്ല. ഇപ്പൊ ചില ആളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്നാണ് പറയുന്നത്. അത് തെറ്റ് സഹോദരന്മാരെ, മാലയിൽ തെറ്റിയതല്ല, ഇവന് തെറ്റിയതാണ്. മാലയിൽ തെറ്റുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ മനസ്സ് സംസ്കരിക്കുന്ന വ്യക്തിക്ക് മനസ്സ് കാണേണ്ടതുണ്ട്. അതിനാൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകമെന്നോവർ. നിങ്ങളുടെ മനസ്സിലുള്ള വിചാര വികാരങ്ങൾ എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. കാരണം അത് കണ്ടെങ്കിലല്ലേ മാലിന്യം നീക്കാൻ കഴിയൂ. എവിടെയാണ് നജസുള്ളത് എന്ന് കണ്ടാലല്ലേ നജസ് വൃത്തിയാക്കാൻ കഴിയൂ. എവിടെയാണ് കച്ചറയുള്ളതെന്ന് കണ്ടാലല്ലേ അത് നീക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കാണാനുള്ള കഴിവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം തങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള കഴിവ് അമ്പിയാക്കൾക്കല്ലാതെ ഔലിയാക്കൾക്കുണ്ടാകാമോ? ഉണ്ടാകാമെന്നതിൽ തർക്കത്തിന് അവകാശം ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾക്ക് കാണാം, അല്ലാഹുവിന്റെ മഹ്ബൂബീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഇദാ ഫൈദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. ഞാനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ കാതും കണ്ണും ഞാനാകുമെന്ന് അല്ലാഹു പറഞ്ഞതായി ആ അർത്ഥം വരുന്ന, നേരെ അർത്ഥം വെച്ചാൽ ആ അർത്ഥം വരുന്ന വാചകം അല്ലാഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താണ് അല്ലാഹു കണ്ണാകും കാതാകും എന്നത് പറഞ്ഞതിന്റെ വ്യാഖ്യാനം, എന്താണ് അതിന്റെ ഉദ്ദേശം? ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ എടുത്തുദ്ധരിച്ചു. പല പണ്ഡിതന്മാരും പറഞ്ഞു യസ്മഉൽ ഖരീബ വൽ ബഈദ് യുബ്സിറുൽ ഖരീബ വൽ ബഈദ്. ദൂരെയുള്ളതും അകലെയുള്ളതും, അതേ മറയുടെ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും കാണാനുള്ള കഴിവ് അല്ലാഹു തആല നൽകുമെന്നാണ് അല്ലാഹു ഈ പറഞ്ഞ വാചകത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. സഹോദരന്മാരെ, ചുരുക്കി പറയട്ടെ, അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകമെന്നോവർ. ഈ സ്ഥാനം കിട്ടിയിട്ടുള്ള ആളുകൾ അവർ വലിയ ഡോക്ടർമാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. അവരൊക്കെ പഠിപ്പിച്ചു എന്ത്? ഏത് മനുഷ്യനും സംസ്കരണം നേടണമെങ്കിൽ ഒരു ശൈഖ് വേണം. ഏത് മനുഷ്യനും സംസ്കരണം നേടണമെങ്കിൽ ഒരു ശൈഖ് വേണം.
മല്ലം യകുല്ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു. ഒരു ശൈഖ് ഇല്ലെങ്കിൽ അവന്റെ ശൈഖ് ഇബ്ലീസ് ആകുന്നു എന്ന് പറഞ്ഞു. ഇത് പല ആളുകളും പറയും ശൈഖ് ഇല്ലെങ്കിൽ ശൈഖ് ഇബ്ലീസ് ആകുന്നു. പക്ഷേ ഈ പറഞ്ഞ വാചകം കൊണ്ട് ബഹുമാനപ്പെട്ട മശായിഖന്മാർ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പലർക്കും മനസ്സിലായില്ല. അത് മനസ്സിലാകാത്ത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ ഈ വാചകം എടുത്ത് വിശദീകരിക്കുന്നു. വഅൻ ബഅദിഹിം, പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, മല്ലം യകുല്ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു, ശൈഖ് ഇല്ലാത്തവന്റെ ശൈഖ് ഇബ്ലീസ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ശൈഖ് വേണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതോ ആളുകളെ പോയി ഞങ്ങൾ ശൈഖന്മാരാണ് എന്ന് പറയുമ്പോ അവരെ പോയി സ്വീകരിച്ച് അവരോട് 2 ദിക്ർ ചെല്ലാൻ വേണ്ടി സമ്മതവും വാങ്ങി, എന്നിട്ട് ഉള്ള നിക്കാരം ഇല്ലാതാക്കി ഞാനിപ്പോ ശൈഖിനെ തുറന്നുകൊണ്ട് സ്വർഗത്തിലായി പോയി എന്നും വിചാരിച്ച് ഇങ്ങനെ നടക്കണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. മറിച്ച് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫത്തബിഉസ് ശുയൂഖൽ ഉലമാ അൽ ആരിഫീന ബിൽ കിതാബി വസ്സുന്നതി അൽ ആമിലീന ബിഹിമാ. നിങ്ങൾക്ക് ആത്മീയമായ സംസ്കരണം നേടാൻ നിങ്ങൾ പണ്ഡിതന്മാരായ ശൈഖന്മാരെ പിന്തുടരുക. അപ്പൊ ശൈഖ് എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ. ഏത് ഗുരുനാഥൻ? ആരെയാണ് ഗുരുനാഥനായി പിന്തുടരേണ്ടത്? അൽ ഉലമാ ബിൽ കിതാബി വസ്സുന്ന, ഖുർആനും ഹദീസും വ്യക്തമായി അറിയുന്ന ശൈഖന്മാര്, പണ്ഡിതന്മാരെ നിങ്ങൾ പിന്തുടരുക. അൽ ആമിലീന ബിഹിമാ, ഖുർആനിലും ഹദീസിലും പറഞ്ഞതനുസരിച്ച് ജീവിതം നയിക്കുന്ന, പൂർണ്ണമായി പടച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരായ ശൈഖന്മാരെ നിങ്ങൾ പിന്തുടരുക. ഇതാണ് ശൈഖിനെ പിന്തുടരണം എന്ന് പറഞ്ഞതിനർത്ഥം. ഒന്നുകൂടി പറയുന്നു ബഹുമാനപ്പെട്ടവർ, അൽ മുഅ്മിനു മൻ ഹാദറ ലിനഫ്സിഹി യസ്ഹബു ശൈഖൻ യുഅല്ലിമുഹു വയുഅദ്ദിബുഹു. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ ശരീരത്തിനു വേണ്ടി വർജിക്കേണ്ടതെല്ലാം വർജിച്ചുകൊണ്ട് പുറപ്പെട്ടവനാണ്. യസ്ഹബു ശൈഖൻ, അദ്ദേഹം ഒരു ഗുരുനാഥനെ പിന്തുടരും, ഒരു ശൈഖിനെ പിന്തുടരും, ശൈഖിനെ സഹവസിച്ച് ജീവിക്കും. യുഅല്ലിമുഹു വയുഅദ്ദിബുഹു, ഈ ഗുരുനാഥൻ, ഈ ശൈഖ് അദ്ദേഹത്തിന് ആവശ്യമായ അറിവുകൾ പറഞ്ഞു കൊടുക്കും, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ശൈഖിനെ പിന്തുടർന്നുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ ജീവിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതെങ്ങനെയെന്നറിയോ? അത് പറയാം. അതാ ഫീ ഹാലി സിഗരിഹി, ചെറിയ ഒരു കുട്ടിയാണ്, മുഅ്മിനായ കുട്ടിയാണെങ്കിൽ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കൊരു ശൈഖ് ഉണ്ടാകും. ആരാണ്? അൽ മുഅല്ലിമു യുഅല്ലിമുഹു കിതാബല്ലാഹി സുബ്ഹാനഹു വതആല, അൽ മുഖ്രിഉ യഹ്ഫിളുൽ ഖുർആൻ. ഒന്നാമത്തെ ശൈഖ്, ഇന്നലെ മദ്രസയിൽ ചേർത്ത കുട്ടിയുണ്ട്, 5 വയസ്സുള്ള കുട്ടി. ആ കുട്ടിന്റെ ശൈഖ് ആരാണ്? 1ാം ക്ലാസ്സിലെ മുഅല്ലിമു. അവന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമു, അവനാണ് ആ കുട്ടിയുടെ ശൈഖ്. 2ാം ക്ലാസ്സിലെത്തിയാൽ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമു, അവനാണ് ആ കുട്ടിയുടെ ശൈഖ്. അങ്ങനെ പോയി ഇതാ അവൻ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ, മദ്രസയിലെ പ്രാഥമിക പഠനം കഴിഞ്ഞാൽ, അതേ വഫീ സാനി ഹാലിഹി, അവൻ മദ്രസ വിട്ടു കഴിഞ്ഞാൽ, അവന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നാൽ,
العالم يعلمه سنة رسول الله. അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതൻ, ആ പണ്ഡിതനാണ് രണ്ടാം ഘട്ടത്തിൽ അവന്റെ ശൈഖ്. ഇങ്ങനെ അവൻ എത്രത്തോളം അറിവുള്ളവനായി ഉയരുന്നുണ്ടോ, അവൻ എത്രത്തോളം മഹത്വമുള്ളവനായി ഉയരുന്നുണ്ടോ, അതിനനുസരിച്ച് അവന്റെ ശൈഖിന്റെ ഗ്രേഡും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മീസാൻ ഓതാൻ വേണ്ടി ദർസിൽ പോയി ചേർന്ന കുട്ടി ശൈഖിനെ നോക്കി നടക്കും. മീസാൻ ഓതാൻ വേണ്ടി ദർസിൽ പോയ കുട്ടിയുടെ ശൈഖ് ആ പള്ളിയിലെ മുദരിസി തന്നെയാണ്. ആ കുട്ടീന്റെ ദിക്ർ ഫഅല ഫഅല ഫഅലു എന്നുള്ളതും അവന്റെ ദിക്ർ അത് തന്നെയാണ്. അവൻ അത് തന്നെയാണ് ചെല്ലേണ്ടത്. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅലന ഫഅലത ഫഅലത്ത് മാ ഫഅലത്തും. അതിന് തന്നെയാണ് അവൻ ഏറ്റവും കൂടുതൽ കൂലിട്ടുക. ഫഅല സർഫാക്കിയാൽ, വറബ സർഫാക്കിയാൽ, നസറ സർഫാക്കിയാൽ, അതുകൊണ്ട് അവന് കൂലി കിട്ടുക. ഇവൻ മീസാൻ ഓതാൻ പോയ ഉടനെ തന്നെ ശൈഖിനെ നോക്കി നടന്നാൽ പിന്നെ ഇവിടെ മീസാനുണ്ടോ, സഞ്ചാനുണ്ടോ, ഖത്തറുണ്ടോ, ഇൽമുണ്ടോ, മുദരിസുണ്ടോ, ദിർസുണ്ടോ, ഇൽമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? അവന്റെ ശൈഖ് മുദരിസ് തന്നെ. അങ്ങനെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയാൽ ശൈഖ് ഉയരേണ്ടി വരും. മുത്തവ്വിൽ ക്ലാസ്സിലെത്തുമ്പോ ചിലപ്പോ മീസാൻ എത്തുന്ന ഉസ്താദ് മതിയാവൂല. അപ്പൊ അതിനേക്കാൾ വലിയ ഉസ്താദ് വേണ്ടി വരും. അല്ലാതെ ഒന്നാം ക്ലാസ്സിൽ പോയി ചേർന്ന കുട്ടി തന്നെ എനിക്ക് ഉള്ളാളെ ഞങ്ങൾ ദൃശ്യർത്തണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് സുഖമില്ല എന്നല്ലാതെ, ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ചാണ് ശൈഖിന്റെ വലിപ്പവും വണ്ണവും വർദ്ധിക്കേണ്ടത്. അപ്പോ അല്ലാഹുവിന്റെ മുത്തഖീങ്ങളും സാലിഹീങ്ങളുമായി ജീവിക്കുന്ന വലിയ വലിയ ആളുകളാവുമ്പോ അവർക്ക് അതിനനുസരിച്ചുള്ള ശൈഖും വേണം. ആളുകളുടെ ഗ്രേഡ് അനുസരിച്ചാണ് ശൈഖിന്റെ വലിപ്പം കൂടേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു വിവരവുമില്ലാത്ത, ഒരിക്കലും മര്യാദയ്ക്ക് നിസ്കരിക്കാത്ത, അതുപോലെ എപ്പോഴും ഹറാമ് ചെയ്യുന്ന, എപ്പോഴും തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ആളുകൾ എവിടെയാണ് മുറബിയായ ശൈഖ്, ഞാൻ മുശാഹദന്റെ മഖാമിലേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് ശൈഖിനെ നോക്കി നടന്നാൽ അവൻ പലപ്പോഴും വിവരമില്ലാതെ ഏതൊക്കെയോ കള്ള ശൈഖന്മാരുടെ കടിയിൽ പോയി വലഞ്ഞ് അവന്റെ ദീന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രംഗത്തെ സംബന്ധിച്ച് അറിയാത്തവർ പെട്ടെന്ന് ആരെങ്കിലും ശൈഖായി സ്വീകരിക്കാൻ വേണ്ടി ശൈഖന്മാരുണ്ട് എന്നും ശൈഖിനെ സ്വീകരിക്കണമെന്നും കേട്ടതിനാൽ ഏതെങ്കിലും ആളുകളെ പോയി ശൈഖായി സ്വീകരിച്ച് അവര് പറയും പോലെ ജീവിച്ച് അവരുടെ ദീൻ നശിപ്പിച്ചു കളയരുതെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെപ്പോലുള്ള മഹാന്മാർ നടത്തിയ ഉപദേശം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ നടത്തിയ ഉപദേശം സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ഞാനൊരു സംഭവം കേട്ടു. ഞാനത് കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണല്ലോ. ഒരാള് ഇങ്ങനെ കേട്ടു, ഒരു വലിയ ശൈഖുണ്ട് എന്ന് കേട്ടു. അപ്പൊ ഇയാൾക്ക് സാധാരണക്കാരാണ്, വിവരമൊന്നുമില്ല. ഒരു വലിയ മഹാനാണ് എന്ന് കേട്ടപ്പോ എന്നാ പിന്നെ അയാളെ കാണാൻ വെച്ച് പോയി. ചെന്നപ്പോ അങ്ങ് അടുക്കാൻ തോന്നില്ല, പേടിച്ചിട്ട്. ഇങ്ങനെ ഉണ്ട്, വലിയ ആളുകളാണെന്ന് വിചാരിക്കുമ്പോൾ സാധാരണക്കാർ ചിലർ അടുക്കൂല, ദൂരം ഇങ്ങനെ പേടിച്ചിട്ട്. ഇയാൾ ദൂരം അങ്ങനെ വന്നിട്ട് ഒന്ന് എത്തിയോക്കും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഒന്ന് എത്തിയോക്കും, പിന്നെ ഇങ്ങോട്ട് പോരും. അങ്ങനെ ഒരു എത്തിയോക്കപ്പോ ഈ ശൈഖ് എന്ന് പറയപ്പെടുന്ന ആളെന്ത് ചെയ്തു, മൂപ്പർ പുറക്കുള്ള വേറെ ഏതോ ഒരാളോട് അൽ ബസൽ പറഞ്ഞു. മൂപ്പർക്ക് ഉള്ളി കിട്ടണം, അതിനു വേണ്ടി പറഞ്ഞ അൽ ബസൽ, ഉള്ളി കൊണ്ടുവരണം, അതിന് അൽ ബസൽ. ഈ ചെന്ന ആള് മനസ്സിലാക്കി എനിക്ക് ദിക്ർ പറഞ്ഞാന്നായിരിക്കും അത് എന്ന് മനസ്സിലാക്കി. മൂപ്പർ അതും കെട്ടിങ് പോന്ന്. മൂപ്പരിങ്ങ് വന്നിട്ട് ചെല്ലാൻ തുടങ്ങി, അൽ ബസൽ അൽ ബസൽ അൽ ബസൽ അൽ ബസൽ അൽ ബസൽ. ഷെയ്ഖ് പറഞ്ഞാൽ ദിക്റാദ് വെച്ച് ചൊല്ലിയതാ മൂപ്പര്, നല്ല നീയത്തോടെ ചൊല്ലിയത് സാധു മനുഷ്യൻ. കുറെ ദിവസം കഴിയുമ്പോഴേക്ക് ഇയാൾക്ക് സാധാരണ സ്ഥാനവുമാനൊക്കെ പോയി, ഇയാൾക്ക് വലിയ പവർ, ഇയാൾ ധാരണ ഉടനെ ഇജാബത്ത്, ഇയാൾ തൊട്ടാ രോഗം മാറുന്നു, ഭയങ്കര പവർ. അപ്പോ ഈ ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ആളുണ്ടല്ലോ, മൂപ്പര് കേട്ടു ഒരാളുണ്ട് ധാരണ വലിയ ഇജാബത്തുള്ള ഒരാളുണ്ട്, തൊട്ടാ രോഗം മാറുന്ന ഒരാളുണ്ട് എന്ന് കേട്ടപ്പോ ഈ ഷെയ്ഖ് ഇയാളെ കാണാൻ വന്ന്. ഷെയ്ഖൊക്കെ ഒന്ന് കയറിങ്ങ് വരുന്നത് കണ്ടപ്പോ ഈ സാധു മനുഷ്യൻ അങ്ങനെ തന്നെ വന്ന് ആലിംഗനം ചെയ്ത് പിടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോയി കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി ഇരുത്തി. അപ്പൊ ഇയാൾക്ക് മനസ്സിലാവില്ല എന്നെ എന്ത് വകയിലാ ബഹുമാനിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് തോന്നി എന്തോ ഒരു സംഗതി ഉണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, എനിക്ക് എല്ലാ ബഹുമാനവും കിട്ടിയത് നിങ്ങളുടെ അടുത്ത് നിന്ന് അൽബസൽ എന്നുള്ള ദിക്ർ കേട്ടിട്ട് അത് ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോ ഇയാൾക്ക് തോന്നി ഇതെന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് സംഭവം.
എന്നോട് പറഞ്ഞു ഇനി ആ ദിക്റ് ചെല്ലണ്ട, ഇനി വേറൊരു ദിക്റ് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഹദീസിൽ വന്നൊരു ദിക്റ് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇതുവരെ എല്ലിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇനിയും കൂട്ടുങ്ങൾ ഈ ദിക്റ് ഇല്ല, അവന് ദിക്റ് പറഞ്ഞു കൊടുത്തു. ഇറങ്ങിങ്ങ് വന്ന് അള്ളാഹുവിനോട് പാതിരാ സമയത്ത് ഇരുന്നിങ്ങനെ ദ്വാരുന്നു, പഠിച്ചവനെ ഞാൻ എത്രയോ കാലമായി അള്ളാഹുന് ദിക്റ് ചെല്ലുന്നു, എന്നിട്ടോ ഞാൻ ഇയാളെ പവറൊന്നും എത്തിയില്ല, അയാള് അൽബസൽ എന്ന് ചൊല്ലിയിട്ട് വലിയ സ്ഥാനത്തെത്തി. ഇതെന്തൊരു സങ്കടമായി, ഇതെന്താ ഇതിന്റെ കാരണം? ഈ എന്നിങ്ങനെ ദ്വാ ചെയ്യുമ്പോ അപ്പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കുകയാണൊരു ശബ്ദം, അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. അദ്ദേഹം ചൊല്ലിയ അൽബസൽ അൽബസൽ എന്ന ദിക്ർ, സംഗതി അത് ദിക്റല്ലെങ്കിലും അദ്ദേഹം ഈ ഒരു വ്യക്തി അല്ലാഹ് ബഹുമാനിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ആ ബഹുമാനവും അതവും പാലിച്ച് പറഞ്ഞു വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ അല്ലാഹ് ബഹുമാനിച്ച വ്യക്തി എന്ന നിലക്കുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് അദ്ദേഹം അത് ചൊല്ലിയത്. അങ്ങേയറ്റത്തെ ഇഖ്ലാസോടെയാണ് അത്. ഇലല്ലാഹി വസൽ, അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹ് കുറെ ദിവസമായി ചൊല്ലുന്നു, പക്ഷേ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. ഓരോ അല്ലാഹു ചൊല്ലുന്ന സമയത്തും എന്റെ ആട്ടം എങ്ങനെയുണ്ട്, എന്റെ കയറ്റുതിരിക്കൽ എങ്ങനെയുണ്ട്, ആളുകൾ എന്റെ ദിക്റിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനത്തെ പല ചിന്തയും കൽബിൽ വന്നിട്ട് നീ ചൊല്ലിയ അല്ലാഹു എന്ന ദിക്ർ പടച്ച റബ്ബിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഓ ജനങ്ങളെ, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്തും ഹദിയറുക്കുന്ന സമയത്തും നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ രക്തങ്ങളോ അതിന്റെ മാംസങ്ങളോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല, നിങ്ങളെ മനസ്സിലുള്ള തഖ്വയാണ് എത്തുന്നതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അല്ലാഹു അംഗീകരിച്ചതിനെ അംഗീകരിക്കുക, അല്ലാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തുക എന്ന നിലക്ക് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണെങ്കിൽ, ആ മനസ്സുണ്ടെങ്കിലേ കാര്യം നേടാൻ കഴിയുന്നുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്നല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഖൽബിന്റെ ശുദ്ധീകരണം അത് നിയ്യത്തുകളിൽ നിന്നാകുന്നതിലൂടെ മാത്രമാണ്. ആ നിയ്യത്ത് നന്നാക്കി മനുഷ്യൻ സംസ്കരണത്തിലേക്ക് ഇറങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവർ ആവശ്യമുള്ള നിർദ്ദേശം നൽകാൻ വേണ്ടി ഒരു പണ്ഡിതനെ പിന്തുടരണം. ആ പണ്ഡിതൻ ഈ പിന്തുടരുന്ന വ്യക്തിയുടെ ഗ്രേഡ് അനുസരിച്ച് മഹത്വമുള്ള കൂടുതൽ അറിവുള്ള ആളായിരിക്കണം. അതാണ് നിന്നെക്കാൾ അറിവുള്ള മറ്റൊരു വ്യക്തിയെ നീ പിന്തുടരുക. ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് നീ ഒരു വഴിയിലൂടെ യാത്ര പോയാൽ, അഥവാ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയിലൂടെ യാത്ര ചെയ്താൽ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി സുലൂക്കില്, അതേ സുലൂക്ക് എന്ന് ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ പറയും. ഔലിയാഇന്റെ വഴിയിലേക്ക്, ഉറപ്പ് കിട്ടാനുള്ള വഴിയിലേക്ക്, ആ വഴിയിലേക്ക് ഒരാൾ കടന്നാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമായി പോയി. ഒരു വഴിയിലൂടെ പോകുമ്പോ ആ വഴി പരിചയമുള്ളവര് വേണ്ടേ?
ആ പരിചയമുള്ളവരാണ് പണ്ഡിതന്മാർ. അപ്പൊ വലിയ വലിയ വഴിയിലൂടെ വലിയ വലിയ സ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോ വലിയ വലിയ സ്ഥാനങ്ങളിൽ പൂർവകാലത്ത് പോയി തിരിച്ചു വന്ന ആ ഭാഗം പരിചയമുള്ളവർ വേണം. അതാണ് വലിയവർക്ക് വലിയ ശൈഖ് വേണമെന്ന് പറഞ്ഞത്. അതിപ്പോൾ വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല. ഒറ്റ വാക്കിൽ പറയുന്നു, വളരെ അറിവ് കുറഞ്ഞ ആളുകൾ മുറബ്ബിയായ ശൈഖ് വേണമെന്ന് പറഞ്ഞ് ആരുടെയൊക്കെയോ പിന്നാലെ നടന്ന് ദീൻ ഫസാദാക്കുന്ന രംഗങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതിൽ കുടുങ്ങിപ്പോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനിയിൽ തന്നെ പറയുന്നു, മോനെ, എല്ലാ ഖൈറുമുള്ളത് ശരീഅത്തിന്റെ നിയമങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നതിലാണ്. എല്ലാ ശർറുമുള്ളത് ശരീഅത്തിന്റെ നിയമങ്ങൾ മറികടക്കുന്നതിലാണ്. വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖീദത് ബികിതാബി റബ്ബി വൽ ഹദീസി തഅസ്സുലാ ഇദ് ലാ ദലീല അലാ ത്വരീഖി ലില്ലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫീ ഹാലിഹി വഫാലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅദിലാ. ലോകത്തുള്ള എല്ലാ ശൈഖന്മാരെ വഴികളും എല്ലാ ശൈഖന്മാര് പഠിപ്പിച്ച മാർഗങ്ങളും അത് ഖുർആനിനെ പിന്തുടരൽ തന്നെ, ഹദീസിനെ സ്വീകരിക്കൽ തന്നെ, അതനുസരിച്ച് പണ്ഡിതന്മാര് പഠിപ്പിച്ച ആശയത്തിൽ മുന്നോട്ട് നീങ്ങൽ തന്നെ. ചില ആളുകളുണ്ട് മഖ്ബറയിൽ പോയി ഇങ്ങനെ കുത്തിരിക്കും, നിൽക്കൂല. നിസ്കരിക്കാതെ മഖ്ബറയിൽ പോയിരുന്നാല് ഔലിയാക്കൾക്ക് വലിയ സ്നേഹാണ് എന്നാണോ ഈ ഹമുക്ക് വിചാരിക്കുന്നത്? ഹമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്താർത്തി എന്ന് പറയണ്ട, വിഡ്ഢിന്ന അതിന്റെ അർത്ഥം. വിവരമില്ലാത്ത ഈ വിഡ്ഢി മനസ്സിലാക്കുന്നത് മഖ്ബറയിൽ പോയിരുന്നാൽ നിസ്കരിച്ചില്ലെങ്കിൽ സലാമത്തായി പോകുന്ന. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ജൗഹറുൽ മുനല്ലം എന്ന് പറയുന്ന കിതാബ്, ആ കിതാബ് രചിച്ചത് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന്റെ തെളിവും മഹത്വവും പറയാൻ, അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ അടയാളനാക്കി പ്രാർത്ഥിക്കുന്നതിന്റെ തെളിവ് പറയാൻ, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നതിന്റെ തെളിവ് പറയാൻ, അതിനുവേണ്ടി തന്നെ രചിച്ച ഗ്രന്ഥമായ അൽ ജൗഹറുൽ മുനല്ലം. ആ ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങളുടെ സ്ഥലത്ത് പറഞ്ഞു, മോനെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന നീ യാത്രക്കിടയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ആദ്യം പഠിച്ചിരിക്കണം. സിയാറത്തിനിറങ്ങുന്ന നീ യാത്ര പോകുന്ന സമയത്ത് ഖിബില എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പഠിച്ചിരിക്കണം. വെള്ളം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് തയമ്മം ചെയ്യുക എന്ന് പഠിച്ചിരിക്കണം. പോരാ, ഖസ്റും ജമ്മുമാക്കുന്ന മസ്അല പഠിച്ചു വെക്കണം. അങ്ങനെ ആവശ്യമായ യാത്രയിൽ ആവശ്യമായ അറിവുകൾ നേടിയിട്ടല്ലാതെ നീ അല്ലാഹുവിന്റെ റസൂലിന്റെ സിയാറത്തിന് വേണ്ടി ഇറങ്ങണ്ട. ഒരു സിയാറത്തിനും നീ ഇറങ്ങണ്ട. കാരണം ബഹുമാനപ്പെട്ടവർ അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു, നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായ ഇബാദത്താണ്. സിയാറത്ത് സുന്നത്തായ വലിയ ഒരു സൽക്കർമ്മമാണ്. ചില ആളുകളുണ്ട്, ഞാനിപ്പറഞ്ഞ അതേ ഭാഷയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ചില ആളുകളുണ്ട് വിവരമില്ലാത്തവർ, അവര് സിയാറത്തിന് വളരെ ജോറാണ്, മഖ്ബറയിലെത്താൻ വലിയ ഉഷാറാണ്. പക്ഷേ നിർബന്ധമായ നിസ്കാരം കളാക്കുന്നതിനും വുജൂബായ വിഷയങ്ങൾ കൈയൊഴിക്കുന്നതിനും അവർക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല. അത് വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന, മോനെ, 100,000 സുന്നത്തെടുത്താൽ
അതുകൊണ്ട് ഒരു നിർബന്ധത്തിന്റെ സ്ഥാനത്തെത്തുകയില്ല, ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തുകയില്ല. അതുകൊണ്ട് നീ ഒരൊറ്റ സിയാറത്തിനും പോയിട്ട് നിന്റെ നിസ്കാരം ഖളാക്കല്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സിയാറത്തിന്റെ തെളിവ് പറയാൻ തന്നെ രചിച്ച ഗ്രന്ഥത്തിൽ പടച്ച റബ്ബിന്റെ അടുക്കലെത്തുമ്പോ പണ്ഡിതന്മാരോട് സാധാരണക്കാരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോ, റബ്ബേ ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്ന് റബ്ബിന്റെ മുമ്പിൽ അവർക്ക് മറുപടി പറയണമെങ്കിൽ വിഷയം തുറന്നു പറയാതെ നിവൃത്തിയില്ലല്ലോ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി ആ കാര്യം രേഖപ്പെടുത്തുന്നു. മുഅ്മിനായ മനുഷ്യൻ ഓതുന്നു അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയുന്നു. പറഞ്ഞ ഉടനെ തന്നെ അവൻ പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സുഹൃത്തേ? മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെടുന്ന ആള്. മഹ്മൂദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെടുന്ന ആള്. അൽഹംദുലില്ലാഹി, സ്തുതി മുഴുവനും അല്ലാഹുവിനാണെന്ന് പറഞ്ഞ മനുഷ്യൻ റസൂലുള്ളാഹിക്ക് പേര് പറയുന്നത് തന്നെ സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ്. സ്തുതി മുഴുവനും അല്ലാഹ്ക്കാണ്, പിന്നെ റസൂലുള്ള എങ്ങനെ സ്തുതിക്കപ്പെടുന്ന ആളായത്? ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതികളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്, അധികാരസ്ഥൻ അല്ലാഹുവാണ്. ആരെ സ്തുതിച്ചാലും, ആര് റസൂലുള്ളാഹിനെ സ്തുതിച്ചാലും അതിന്റെയൊക്കെ ക്രെഡിറ്റ് അല്ലാഹുവിന് തന്നെയാണ്. കാരണം അല്ലാഹു തന്നെയാണ് ആ സ്ഥാനം റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുള്ളത്. സ്തുതിക്കുന്നവന് സ്തുതിക്കാനുള്ള കഴിവ് കൊടുത്തതും അല്ലാഹുവാണ്, നാവ് കൊടുത്തതും അല്ലാഹുവാണ്, സ്തുതിക്കാനുള്ള തൗഫീഖ് കൊടുത്തതും അല്ലാഹുവാണ്, സ്തുതിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്തുതിക്കപ്പെടാനുള്ള മഹത്വം കൊടുത്തതും അല്ലാഹുവാണ്. അപ്പൊ എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥനും അധികാരസ്ഥനും അവകാശിയും അല്ലാഹു തന്നെ. പക്ഷേ അല്ലാഹ് സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്തുതിക്കപ്പെടുന്ന വ്യക്തി തന്നെ. ഇതുപോലെ കാഴ്ചകൾ മുഴുവനും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ സർവ്വ തിരുമുൽ കാഴ്ചകളുടെയും ഉടമസ്ഥൻ അല്ലാഹു തന്നെയാണ്. എന്നാൽ കാഴ്ച വെക്കേണ്ടവർക്ക് കാഴ്ചവെക്കണം. അതിലേറ്റവും പ്രധാനമായി കാഴ്ചവെക്കേണ്ടത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ദിവസം ചുരുങ്ങിയത് 5 പ്രാവശ്യം റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ, ഓ നബിയായവരെ അങ്ങയ്ക്ക് സലാമുണ്ട് നബിയേ. ഒരാൾ കാഴ്ച വെച്ചാൽ എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂൽ തന്നെ നമുക്ക് ഖുർആനിൽ ഓതി കേൾപ്പിക്കുന്നു, ഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. ഇങ്ങോട്ട് കാഴ്ച വെച്ചാൽ അതിനേക്കാൾ ഭംഗിയിൽ അങ്ങോട്ട് കാഴ്ച വെക്കണം. അപ്പൊ ഇങ്ങോട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വഅലൈക്കുമുസ്സലാം പറയണം. ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം പറയണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തുകൾ മടവൂരിൽ നിന്ന് സലാം പറയുമ്പോ, കോഴിക്കോട്ട് നിന്ന് സലാം പറയുമ്പോ, അമേരിക്കയിൽ നിന്ന് സലാം പറയുമ്പോ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് മടക്കണം. അതെ, ഫറുദ്ദൂഹാ, നിങ്ങൾ അത് മടക്കണം. അതിനേക്കാൾ ഭംഗിയിൽ അങ്ങോട്ട് മടക്കണം. അല്ലെങ്കിൽ അത് മടക്കിക്കോ, അത് അത്രയെങ്കിലും മടക്കണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഉമ്മത്തുകൾ സലാം പറയുമ്പോ ഇങ്ങോട്ട് സലാം മടക്കുന്നു. നമ്മൾ ചൊല്ലുന്ന സലാം റസൂലുള്ളാഹിക്ക് എത്തിക്കാനുള്ള സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. റബ്ബിന്റെ മലായികത്ത് മുഖേന നമുക്കിങ്ങോട്ട് റസൂലുള്ള സലാം തിരിച്ചേക്കുന്നു. അത് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിനടുക്കൽ പോയി സലാം ചൊല്ലുന്നവന് മാത്രമല്ല, ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് സലാം പറയുന്നവനും അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കുമെന്ന് സഹീഹായ ഹദീസ് കൊണ്ട് തെളിഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ അൽ ജൗഹറുൽ മുനവ്വർ എന്ന ഗ്രന്ഥത്തിൽ തെളിവുദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നു. ഇനി പറയട്ടെ മുസ്ലിമേ, നീ
മടവൂര് മക്ബറയിൽ പോകുന്നവനാണോ, നീ മമ്പറത്ത് പോകുന്നവനാണോ, നീ അജ്മീറിൽ പോകുന്നവനാണോ, എല്ലാ ശൈഖന്മാരുടെയും ശൈഖായ, എല്ലാ പണ്ഡിതന്മാരുടെയും പണ്ഡിതനായ, എല്ലാ തങ്ങന്മാരുടെയും മുപ്പാപ്പയായ, എല്ലാ നേതാക്കളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നുവെടുത്ത് ഔറത്ത് മറച്ച് ശുദ്ധിയോടെ ബുദ്ധിയോടെ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് തക്ബീർ കൊണ്ട് തുടങ്ങിയിട്ട് അവസാനം ആ ഹബീബായ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഒരു ദിവസം 5 നേരം പറഞ്ഞ നേരത്ത് സലാം പറയണമെന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോൾ, നബിതങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ റസൂലുള്ളാഹിക്ക് അഭിവാദ്യം അർപ്പിക്കാതെ സലാം പറയാതെ നീ ഔലിയാക്കളെ മഖബറയിൽ ചെന്നാൽ, സാലിഹീങ്ങളെ സമീപത്ത് ചെന്നാൽ റസൂലുള്ളാഹിനെ വിളിച്ച് അഭിവാദ്യം പറയാതെ കിടന്നുറങ്ങുന്ന നീ, അല്ലാഹുവിന്റെ റസൂലിന് അഭിവാദ്യം പറയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നീ, നിന്നെ ഔലിയാക്കൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ? മനുഷ്യ, നീ ശുദ്ധിയാണെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? റസൂലുള്ളാഹിനെ വിളിക്കാനും പറയാനും അല്ലാഹു കൽപ്പിച്ച നേരത്ത് അതിന് സന്നദ്ധനാകാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ നീ സുന്നത്ത് ജമാഅത്തുകാരനാണെന്ന് പറയുന്നത് ഏത് ലക്ഷണം അടിസ്ഥാനമാക്കിയാണെന്ന് ഞാൻ നിന്നോട് ചോദിക്കട്ടെ. മുനസ്സഹുൽ അശരീകിൻ ഫീമാ ഹസി فجوهر الحسن فيه غير منقسم تمدأته النصارى في نبيهم وكن به ما شئت مدحا فيه واحتكم مولاي صل وسلم دائما أبدا. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തുല്യനായി മറ്റൊരു നേതാവില്ല. ആ നേതാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നേരിൽ വിളിച്ചാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. വേറെങ്ങൾ ബാപ്പാനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവും, ഉമ്മാനെ നിസ്കാരത്തിൽ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവും, പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവും, മടവൂര് ശൈഖിനെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാവും, റസൂലുള്ളാഹിനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവൂല. അല്ലാഹുവിന്റെ റസൂലിന് എല്ലാവരെക്കാളും വലിയ ഒരു പ്രത്യേകത പല വിഷയങ്ങളിലുമുണ്ട്. കൂട്ടത്തിൽ ഒന്നാള് നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നേരിൽ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ റസൂലുള്ളാഹിനെ വിളിച്ചുള്ള സലാം, നേരിൽ വിളിച്ചുകൊണ്ടുള്ള സലാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ച മുഴുവൻ മഹാന്മാരുമായി ബന്ധം വേണം, എല്ലാ സജ്ജനങ്ങളുമായും ബന്ധം വേണം. ശാഖാ കമ്മിറ്റിയായിട്ട് തെറ്റിട്ട് ജില്ലാ കമ്മിറ്റി ചെന്നാൽ എഴുത്തിട്ടൂല, ജില്ലാ കമ്മിറ്റിന്റെ സപ്പോർട്ടില്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിന്ന് പാസ്സാവൂല. അതുപോലെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിലുള്ള ലോകത്തൊട്ടാകെയുള്ള സർവ്വ ഔലിയാക്കളുമായി ബന്ധമില്ലാതെ ഒരു മനുഷ്യന് റസൂലുള്ളാഹിന്റെ അടുത്ത് അംഗീകാരം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറഞ്ഞ ഉടനെ നിസ്കരിക്കുന്ന മനുഷ്യൻ ലോകത്തുള്ള എല്ലാ ഔലിയാക്കൾക്കും അഭിവാദ്യം പറയണം. അതാണ് നിസ്കാരത്തിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. സാലിഹീങ്ങളായ എല്ലാ അടിമകൾക്കും അല്ലാഹുവിന്റെ സലാം വേണമെന്ന് പറയുന്നു. പക്ഷേ അവരെ നേരിൽ വിളിച്ച് പറയുന്നില്ല. കാരണം അപ്പൊ അത് റസൂലുള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. റസൂലുള്ളാഹിനെ നേരിൽ വിളിച്ച് അഭിവാദ്യം പറഞ്ഞു, മറ്റുള്ള എല്ലാ സാലിഹീങ്ങൾക്കും അഭിവാദ്യം പറഞ്ഞു. അതാണ് നിസ്കാരം. ആ നിസ്കാരം കൈയൊഴിച്ചുകൊണ്ട്
ഒരു മനുഷ്യന് സംസ്കരണ രംഗത്തേക്ക് ഉയരാൻ സാധ്യമല്ല. അതാണ് എല്ലാ ശൈഖന്മാരുടെ തരീഖത്തും എല്ലാ മഹാന്മാരുടെ വഴിയും അതേ ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച ജീവിതം നയിച്ചുകൊണ്ട് തന്നെ. അതാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, ബിമുതാബഅത്തി ശർഇ യഹ്സുലുൽ ഖൈറു, ശർഇന്റെ നിയമങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് ഖൈർ കിട്ടും. വബിമുഖാലഫത്തിഹി യഹ്സുലുശ് ശർറു, ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നാശം ലഭിക്കും. അതുകൊണ്ട് മോനെ, നീ ശരീഅത്തിന്റെ നിയമം പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് സകാത്ത് കൊടുത്ത് സൽക്കർമ്മം ചെയ്ത് കുടുംബബന്ധം പുലർത്തി അയൽവക്കാരുമായി നല്ല നിലക്ക് ജീവിച്ച് ഭാര്യാഭർത്തൃബന്ധം നല്ല നിലക്ക് പുലർത്തി മക്കളെ പഠിപ്പിച്ച് അങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമായതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക. ജീവിതത്തിൽ ഹറാമുകൾ വന്നു പോകുന്നതിൽ നിന്ന് സൂക്ഷ്മത പുലർത്തുക. കറാഹത്ത് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാൾ, ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാൾ, അദ്ദേഹം കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ മുഴുകിയിരിക്കണം. മഹാന്മാരായ ആളുകൾ അങ്ങനെയാണ് ജീവിച്ചത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് ഈ കേരളത്തിൽ ജീവിച്ചു മരിച്ചുപോയ വലിയൊരു പണ്ഡിതനാണ്. ത്വരീഖത്ത് സ്വീകരിച്ച ആളാണ്. ആരിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചു? പൊന്നാനിയിലെ മുദരിസ് മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ത്വരീഖത്ത് സ്വീകരിച്ചു. എങ്ങനെ സ്വീകരിച്ചു? പെട്ടെന്ന് വരും ത്വരീഖത്ത് എന്ന ഉസ്താദേ എന്നാ പിടിച്ചടാ, ഇങ്ങനെ ത്വരീഖത്ത് വാങ്ങിയത് അങ്ങനെയൊന്നുമല്ല. ഒരുപാട് പഠിച്ചു, വലിയ പണ്ഡിതനായി, പഠിച്ചതനുസരിച്ചൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ വലിയ സ്ഥാനത്തെത്തി. ഇപ്പോഴും ഉസ്താദിൽ നിന്ന് പഠിക്കുകയാണ്. ഉസ്താദിനോട് പലപ്പോഴും പറയും, ഉസ്താദേ, ഔലിയാക്കളുടെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തണം, സജ്ജനങ്ങളുടെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തണം. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കാനുവാദം കൊടുത്തോവർ. അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അള്ളാഹു അവർക്ക് മാനേജ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഒരാളെ ഡിസ്മിസ് ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും ഉദ്യോഗത്തിൽ കയറ്റം കൊടുക്കാനും ഉദ്യോഗത്തിൽ കയറ്റിക്കൊടുക്കാനും ഒക്കെ അവർക്ക് അധികാരമുണ്ട്. അങ്ങനെ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ള ചില ആളുകൾ ഉണ്ട്. ആ ആളുകളിൽ പെട്ടവരാണ് മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പോൾ അത് വിശദീകരിക്കാൻ ഇവിടെ സമയം പോരാ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ അൽ ഫത്ഹുർ റബ്ബാനിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരടിമ യജമാനനായ റബ്ബിന്റെ കൽപ്പന പൂർണ്ണമായി സ്വീകരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ, റബ്ബ് കൊടുക്കുന്ന വിഷമങ്ങളിൽ മുഴുവനും ക്ഷമിക്കാൻ തയ്യാറായാൽ, റബ്ബിന്റെ കൽപ്പനകളിൽ മുഴുവനും ക്ഷമിക്കാൻ തയ്യാറായാൽ, അല്ലാഹു കൊടുക്കുന്നതിലൊക്കെ തൃപ്തി രേഖപ്പെടുത്തിയാൽ, വേദനിച്ചാലും സന്തോഷം, അതിർത്താലും സന്തോഷം, എരിഞ്ഞാലും സന്തോഷം, പുകഞ്ഞാലും സന്തോഷം, മക്കളെല്ലാം മരിച്ചാലും സന്തോഷം, എല്ലാവരും ജീവിച്ചാലും സന്തോഷം, അള്ള തരുന്നതൊക്കെ സന്തോഷം. ആ നിലക്ക് പടച്ച റബ്ബ് യജമാനൻ കൊടുക്കുന്നത് മുഴുവനും സന്തോഷത്തോടെ സ്വീകരിച്ചാൽ, പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ സന്തോഷം. അതേ, എല്ലാം സ്വീകരിക്കുകയും സന്തോഷത്തോടെ അംഗീകരിക്കുകയും അല്ലാഹുവിന്റെ തീരുമാനത്തെ പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടൊരടിമ ജീവിതം നയിച്ചാൽ, ആ അടിമക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ് അധികാരം കൊടുക്കാനുള്ള പവറും അധികാരം നീക്കാനുള്ള പവറും. അങ്ങനെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് ഇരിക്കട്ടെ. ആ മാനേജ്മെന്റ് കിട്ടിയ ഒരു ശൈഖാണ് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ്. പൊന്നാനി പള്ളിയിലെ മുദരിസാണ്, വലിയ ആലിമാണ്, പണ്ഡിതനാണ്. ഉമർ ഖാദി വന്ന് പറയുന്നു, ഉസ്താദേ, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും ഒന്ന് കൈപിടിച്ചുയർത്തുക, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തുക. ദിക്ർ പറഞ്ഞു കൊടുത്തില്ല. പലപ്പോഴും ചോദിച്ചിട്ട് ദിക്ർ പറഞ്ഞു കൊടുത്തില്ല. ഉന്നതമായ സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്താൻ
അനുമതി നൽകിയില്ല. ആർക്ക്? ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക്. അവസാനം ഒരു ദിവസം ഉസ്താദ് വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ നടക്കുന്നു. ഉസ്താദ് രാത്രി വീട്ടിലേക്ക് കിടക്കുമ്പോ മുറ്റത്ത് ഉമർ ഖാദി. എന്താ ഉമറെ കാണുന്നത്? ഉസ്താദെ, എത്ര കാലമായി ഞാൻ പറയുന്നു എന്നെ ത്വരീഖത്തിൽ ചേർക്കണം, എന്നെ നിങ്ങൾ ഔലിയായിന്റെ വഴിയിലേക്ക്, വലിയ മഹാന്മാരെ വഴിയിലേക്ക് കടത്തണം. ഉമർ അവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. ഉമർ അവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. മമ്മിക്കുട്ടി ഖാദി ഉള്ളിലേക്ക് പോയി, റൂബന്റെ ഉള്ളിലേക്ക്, വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. അതേ ബഹുമാനപ്പെട്ടവരവിടെ കിടന്നു. പാതിരാ സമയമായപ്പോഴേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. കുറച്ചു കഴിഞ്ഞു അതാ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. സുബഹി ബാങ്ക് വിളിച്ചപ്പോ മമ്മിക്കുട്ടി ഖാദി റഹിമഹുള്ള പള്ളിയിലേക്ക് ജമാഅത്തിന് ഇറങ്ങുകയാണ്. ഈ ഇറങ്ങി വരുമ്പോ മുറ്റത്തുണ്ട് ഉമർ ഖാദി നിൽക്കുന്നു. എന്റെ ഉമറെ നീ മുറ്റത്ത് നിൽക്കുന്നത്? ഉസ്താദല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ നിൽക്കൂ ഉമറെ. വരുന്നു എന്നല്ലേ പറഞ്ഞത്? നിൽക്കൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല ഉസ്താദേ. ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്ഥലം മാറിയിട്ടില്ല ഉസ്താദേ. ഞാൻ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഇരുന്നിട്ടില്ല, കിടന്നിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് കാലെടുത്ത് വെച്ചിട്ടില്ല. ഒരേ നൃത്തം തന്നെയാണ്. മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് പറയുന്നു, ഉമറേ, നിന്നെ വലിയ പദവിയിലേക്ക് ദിക്റും പറഞ്ഞു വന്നിട്ട് കൈപിടിച്ച് ഉയർത്താൻ പറ്റുമോ? പരിശോധനയിലാണ് ഞാൻ. എന്റെ എല്ലാ പരീക്ഷയിലും നീ വിജയം കൈവരിച്ചുപോയി. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു ദിക്റ്. എന്തിനാണ് ദിക്റ്? ചില ആളുകൾ ശൈഖിന്റെ അടുത്ത് പോയി ദിക്റ് വാങ്ങി വന്നു, പിന്നെ നോക്കുമ്പോ നിസ്കരിക്കുന്നില്ല, പിന്നെ ഉള്ള നോമ്പുമില്ല. ആലിമീങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി. മൗലവിമാർക്ക് തിരിയൂല എന്നാണ് പറയുന്നത്. ഓ മനുഷ്യ, അല്ല അല്ല, ദിക്റ് എന്തിനാണെന്നറിയാമോ നിനക്ക്? നീ കണ്ടിട്ടില്ലേ, ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം കിട്ടാൻ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം ചിലർക്ക് കഴിക്കാൻ കഴിയുന്നില്ല, ദഹിച്ചു കിട്ടുന്നില്ല. വേണ്ടതുപോലെ മൂത്രമൊഴിഞ്ഞു പോകുന്നില്ല, വേണ്ടതുപോലെ ദഹിച്ചിട്ട് മലം പോകുന്നില്ല. അങ്ങനെ വരുമ്പോഴല്ലേ ഡോക്ടർമാരുടെ സഹായം വേണ്ടി വരുന്നത്. ഡോക്ടർമാർ ഇവന് ദഹനം കിട്ടാൻ വേണ്ടി ഗുളിക കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ആ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ദഹനം വർദ്ധിച്ചു, മൂത്രം ശരിക്കൊഴിഞ്ഞു പോകുന്നു, നന്നായി കക്കൂസിലേക്ക് പോകുന്നു, ശോധനയുണ്ടാകുന്നു, ധാരാളം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, പോഷകങ്ങൾ ശരീരം പിടിച്ചെടുക്കുന്നു, ആരോഗ്യമുണ്ടാകുന്നു. ഇതിന്റെ മറുവശം ചിന്തിക്കൂ നീ. പാതിരക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നോക്കുമ്പോ ഉറക്കം തൂക്കുന്നു, ഖുർആൻ ഓതുമ്പോ ഉറങ്ങിപ്പോകുന്നു, ദിക്റ് ചൊല്ലുമ്പോ മടി തോന്നുന്നു, സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ കിടന്നു പോകുന്നു, സുന്നത്ത് നോമ്പെടുക്കണമെന്ന് വിചാരിക്കുമ്പോ പിന്നെയും വേണ്ടാന്ന് വെക്കുന്നു. എന്റെ ദഹനം കിട്ടുന്നില്ല. സാലിഹായ അമലുകള്, സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്ത് ആത്മാവിന് ശക്തി കൂട്ടാനുള്ള ദഹനം കിട്ടുന്നില്ല, കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ശൈഖാകുന്ന ഡോക്ടറെ സമീപിച്ചു. ആ ശൈഖ് ഒന്ന് രണ്ട് ദിക്ർ, ഒന്ന് രണ്ട് ടാബ്ലറ്റ്സ് കൊടുത്തു, ഗുളിക കൊടുത്തു, മരുന്ന് കൊടുത്തു. അതാണ് ദിക്റ്. ആ ദിക്റ് ചൊല്ലിയപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ഒരു മടിയുമില്ല. എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഉറക്കം തൂക്കുന്നില്ല. നിസ്കരിക്കാൻ നിന്ന് നോക്കുമ്പോ സുബ്ഹിയായി പോന്ന പേടിയാണ്. അല്ലാഹുമായുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മുറിഞ്ഞുകൂടാ. സുബ്ഹിയായി പോകുമോ എന്ന പേടിയാണ്. ഖുർആൻ ഓതുമ്പോ ഇത് നിന്ന് പോകുമോ എന്ന പേടിയാണ്. അല്ലാഹുമായുള്ള സംഭാഷണം നിന്ന് പോകുമോ എന്ന പേടിയാണ്. ആ നിലക്ക് നിസ്കാരത്തിന് രസം വർദ്ധിച്ചുപോയി. അതുപോലെ നോമ്പിന് ഫലം വർദ്ധിച്ചുപോയി, ആവേശം വർദ്ധിച്ചുപോയി. ഗുളിക കഴിച്ചപ്പോൾ ദഹനം വർദ്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതുപോലെ ശൈഖ് പറഞ്ഞു കൊടുത്ത ദിക്റങ്ങ് ചൊല്ലിയപ്പോ
സൽക്കർമ്മങ്ങൾക്ക് വളരെയേറെ അതാ ആവേശവും ഉന്മേഷവും കിട്ടിപ്പോയി. ഇതിനു വേണ്ടിയാണ് ദിക്ർ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഒരു മരുന്ന് വെച്ച് നോക്കുമ്പോ പിന്നെ അങ്ങോട്ടൊന്നും കുടിക്കാൻ കഴിയുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, ദഹിക്കുന്നില്ല, മൂത്രം തീരെ പോകുന്നില്ല, മലം തീരെ പോകുന്നില്ല, ഗുളിക മാറിപ്പോയി, ഡോക്ടർ തെറ്റിപ്പോയി. ആർക്കാണിത് മനസ്സിലാകാത്തത്? സഹോദരന്മാരെ, സാലിഹീങ്ങൾ ചൊല്ലിക്കൊടുത്ത ദിക്റങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അതേ വലിയ ആവേശം തന്നെ. ഉമർ ഖാദി തങ്ങൾ ദിക്റും പറഞ്ഞു കൊടുത്ത ദിക്റും കേട്ട് അതാ മുന്നോട്ട് നീങ്ങി എവിടെ എത്തിയെന്നറിയോ? ഒരേ സമയത്ത് പണ്ഡിതനാണ്, കിതാബ് രചിക്കുന്നുണ്ട്, ഇൽമ് പറയുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിയിട്ട് നികുതി തരില്ല ഞാൻ, നിങ്ങളിവിടെ കടന്നു വന്നവരാണ്, ഇന്ത്യ വിട്ടുപോയിക്കോളണം, നികുതി ഞാൻ തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതേ ചാവക്കാട് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി. ഉമർ ഖാദിയെ വിചാരണ ചെയ്യുമ്പോ ജഡ്ജിയായ തൊക്കിടിയുടെ ചോദ്യം, മുസ്ലിയാരെ ഇത് രാജഭരണം നടക്കുന്ന സ്ഥലമാണെന്നറിയില്ല മുസ്ലിയാരെ. ഉമർ ഖാദിക്ക് എന്തു രാജഭരണം? മാതാ തഖൂലു യാ ബത്താൽ, എന്തട വിട്ടി നീ പറയുന്നത്? ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഹുങ്കൾക്കാണോ നീ? ഉമർ ഖാദി ആരെ ഭയപ്പെടാനാണ്? ഓരൊറ്റ തുപ്പ് കൊടുത്തു. ജയിലിലടക്കാൻ വേണ്ടി ഓർഡർ വന്നുപോയി. ആയിരക്കണക്കിന് അനുയായികളുണ്ട്, ചാവക്കാട്ട് വന്ന് സമ്മേളിച്ചിരിക്കുന്നു. ഉമർ ഖാദിക്ക് വല്ലതും പറ്റിയാൽ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് വന്ന് ജനങ്ങളോടൊരു പ്രസംഗം, ജനങ്ങളെ ക്ഷുഭിതരാകരുത്, ക്ഷുഭിതരാകരുത്, നിങ്ങൾ ഭീകരപ്രവർത്തനം നടത്തരുത്, നിങ്ങൾ വേണ്ടാത്തത് ചെയ്യരുത്, ഞാൻ ജയിലിലേക്ക് പോവുകയാണ്. അഹ്മദ് ഇബ്നു ഹംബർ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടന്നിട്ടുണ്ട്. അവരാരും വിമാനം റാഞ്ചാൻ പറഞ്ഞിട്ടില്ല, അവരാരും കുഴപ്പം സൃഷ്ടിക്കാൻ പറഞ്ഞിട്ടില്ല, അവരാരും കുഴപ്പമുണ്ടാക്കാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഉമർ ഖാദി തങ്ങളും പറയുന്നു, നിങ്ങൾ അച്ചടക്കത്തോടെ പിരിഞ്ഞു പോകൂ അനുയായികളെ. ജയിലിലേക്ക് പോയ ഉമർ ഖാദിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ദുന്യാവല്ലേ, ദുന്യാവെന്ന് പറയുന്നത് ഇവിടെ കാലകാലം താമസിക്കാനുള്ള ഒരു സ്ഥലമല്ലല്ലോ, ഒരു വഴിയാത്ര മാത്രമല്ലേ ഇത്. ഈ യാത്രക്കിടയിൽ സ്വന്തം വീട്ടിൽ കിടന്നാലും ഗവൺമെന്റ് നിർമ്മിച്ച ജയിലിൽ കിടന്നാലും എന്റെ യാത്രക്കിടയിലുള്ള കിടത്തമല്ലേ, യാത്രക്കിടയിലുള്ള താമസമല്ലേ. എന്റെ യഥാർത്ഥ താമസ സ്ഥലം ഇതല്ലല്ലോ. ജയിലിൽ കിടക്കാത്ത കക്ഷികളൊക്കെ ഇപ്പോൾ ഈ ഭൂമിലോകത്ത് അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികൾ അവർ നിർമ്മിച്ച വീടുകളിൽ കിടന്നുറങ്ങുന്നുണ്ടോ? അവര് നിർമ്മിച്ച കൊട്ടാരങ്ങളിൽ താമസിക്കുന്നുണ്ടോ? അവര് നിർമ്മിച്ച കട്ടിലുകളിൽ കിടന്നുറങ്ങുന്നുണ്ടോ? അവരുണ്ടാക്കി വെച്ച കിടക്കയിൽ കിടന്നുറങ്ങുന്നുണ്ടോ? അവര് യാത്ര കഴിഞ്ഞുപോയി. ദുന്യാവിലൊരു യാത്രയല്ലേ. ഈ യാത്രക്കിടയിൽ എവിടെ കിടന്നാലെന്താണ്, എവിടെ താമസിച്ചാലെന്താണ്? ദുന്യാവിനോടുള്ള സ്നേഹം കയ്യൊഴിക്കലല്ലേ ഔലിയാഇന്റെ ലക്ഷണം. അതല്ലേ അവരുടെ മനസ്സിന്റെ അവസ്ഥ. ദുന്യാവിന് വേണ്ടി ഔലിയ പട്ടം ചമയലല്ല, ദുന്യാവിന് വേണ്ടി കോമാളിക്കളി കളിക്കലല്ല, ദുന്യാവിനെ കൽബിൽ നിന്ന് വലിച്ചെറിയലല്ലേ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ്
ജയിലിന്റെ ഉള്ളിലേക്ക് പോകുന്നു. രാത്രി സമയത്ത് ഉറക്കം വരാത്ത പ്രശ്നമില്ല. സാധാരണ പോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദിക്റും ഔറാദും കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. പക്ഷേ ഔലിയാക്കളുണ്ടോ അങ്ങനെ ഉറങ്ങുന്നു? തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിന്റെ അദബിലുള്ള പേടിയും രണ്ടിന്റെയും മധ്യത്തിലുള്ള മുഅ്മിനീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളെ മനസ്സ്, ആ മനസ്സ് അവർക്കുള്ളത് കൊണ്ട് തന്നെ പാതിരക്ക് ഞെട്ടി എഴുന്നേറ്റുപോയി. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കരിക്കണ്ടേ. എഴുന്നേറ്റ ഉമർ ഖാദി റഹിമഹുല്ലാഹ്, വെള്ളമില്ലല്ലോ, ഒളുവെടുക്കലെങ്ങനെ? ജയിലിന്റെ വാതിലിന് പോയി മുട്ടുകയാണ്. വാതിൽ മുട്ടുന്നത് കേൾക്കുമ്പോ പോലീസുകാര് സമീപത്ത് വരുത്. ചോദിക്കുന്നു, എന്താണ് മുസ്ലിയാരെ വേണ്ടത്? പോലീസുകാരെ, എന്റെ യജമാനനായ റബ്ബിന് സുജൂദ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒളുവെടുക്കാൻ വെള്ളം തരുമോ? ഔലിയാക്കളെ സ്നേഹിക്കുന്ന മുസ്ലിമേ, ഫർള് നിസ്കാരത്തിൽ സുബ്ഹിക്ക് ഒളുവെടുക്കാത്ത നീ ഔലിയാക്കളുമായുള്ള ബന്ധമെന്താണ്? ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് ജയിലിൽ നിന്ന് ഒളുവെടുക്കാൻ വെള്ളം ചോദിച്ചു വാങ്ങുന്നു. ആ വെള്ളമെടുത്ത് ഒളുവെടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോ പോലീസുകാര് ജയിലും പൂട്ടിയിട്ട് അതാ ഉമർ ഖാദി തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ ജയില് പൂട്ടി താക്കോലും എടുത്ത് പോലീസുകാര് പുറത്തുപോയി കാവല് നിൽക്കുന്നു. നേരം വെളുത്തതിനു ശേഷം ജയില് പോയി തുറന്ന് ഉമർ ഖാദിയുടെ അടുക്കലേക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റുമായി ജയില് തുറന്നങ്ങ് കയറി ചെന്ന് നോക്കുമ്പോ ഉമർ ഖാദിയെ ജയിലിൽ കാണുന്നില്ല. താക്കോല് പോലീസുകാരെ കയ്യിലുണ്ട്, വാതില് തുറന്നിട്ടില്ല, ഉമർ ഖാദിയെ ജയിലിൽ കാണുന്നില്ല. എവിടെ മുസ്ലിയാര്? എവിടെയും കാണുന്നില്ല. കോഴിക്കോട്ടുകാരൻ CN അഹമ്മദ് മൗലവിയുണ്ട്, കറാമത്തിന് ശരിയായ CN മൗലവി. അദ്ദേഹം കേരളത്തിന്റെ ചരിത്രം പറയുമ്പോ പറയുന്നു, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി ഉമർ ഖാദി ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഉമർ ഖാദി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിനാ സാറേ കറാമത്ത് എന്ന് പറയുന്നത്. അത്ഭുതകരമായി എന്ന് പറഞ്ഞില്ലേ, അതെന്നെ ഈ കറാമത്ത് എന്ന് പറയുന്നത്. ഉമർ ഖാദി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയില്ലേ. ഖുർആൻ എന്ത് പറഞ്ഞു? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹാന്മാർക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകാനുള്ള വഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. കുടുങ്ങി കുടുങ്ങി ഇപ്പൊ കുടുങ്ങുമെന്ന് പലർക്കും തോന്നും. യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹു അവർക്ക് പുറപ്പെട്ടു പോകാനുള്ള വഴികൾ അല്ലാഹു അങ്ങാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അറിയാത്ത രൂപത്തിൽ അല്ലാഹു അവർക്ക് നൽകും. അതിൽ ഭക്ഷണവും നൽകും, എന്തും നൽകും. കണ്ടില്ലേ സഹീഹുൽ ബുഖാരിയിൽ വേറെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ചരിത്രം കണ്ടില്ലേ? ഖുബൈബ് റളിയല്ലാഹു അൻഹു അല്ലേ? കൈക്കും കാലിനും അതാ ആമം വെച്ചിട്ടില്ലേ? വഹുവ മുസഖ്ഖലുൻ ബിൽ ഹദീദ്. ആമം വെച്ചിട്ടില്ലേ? അതേ ഹാരിസിന്റെ മക്കൾ അറസ്റ്റ് ചെയ്തിട്ട് അതാ കയ്യും കാലും ചങ്ങലക്കിട്ട് കെട്ടിയ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് വമാ ബിമക്കത മിൻ സമറ. മക്കയിൽ ഒരു പഴവും കിട്ടാത്ത കാലത്ത് അതാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വലഖദ് വജത്തുഹു യൽകുലു ഖുത്ഫൻ മിൻ ഇനബിൻ. മുന്തിരിങ്ങയുടെ കൊല ഇറങ്ങി വരുന്നു. അതിൽ നിന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു തിന്നുന്നു. റിസ്ഖുൻ റസഖഹുല്ലാഹു ഖുബൈബാ. ഖുബൈബിന് അല്ലാഹു കൊടുത്ത സ്പെഷ്യൽ ഭക്ഷണമായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലില്ലേ? കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ കരിഞ്ഞാമരത്തിന്മേൽ കായാ നീറച്ചോവർ
അള്ളാഹുവിന്റെ ഔലിയാഇന് അള്ളാഹു നൽകുന്ന റഹ്മത്ത്, അള്ളാഹു നൽകുന്ന കറാമത്ത്, അള്ളാഹു നൽകുന്ന പവർ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭക്ഷണം കയ്യിലെത്തുന്നു. ഉമർ ഖാദി തങ്ങളെ ജയിലിലടച്ചപ്പോൾ യജ്അലഹു മഖ്റജാ, പുറപ്പെട്ടു പോകാനുള്ള വഴി അല്ലാഹു കൊടുക്കുന്നു. കോടഞ്ചേരി പള്ളിയിൽ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ച് നേരം വെളുത്തതിനു ശേഷം ദുഹാ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ ഖാദി പറയുന്നു, ജനങ്ങളെ, പോലീസുകാരി എന്നെ തിരയുന്നുണ്ടാവും, അവരെ പണിയൊക്കെ തെറിച്ചിട്ടുണ്ടാവും, ബുദ്ധിമുട്ടായി പോവും അവര്. നിങ്ങൾ പോയി പറയണം ഞാൻ ഇവിടുന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് ദുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കലക്ടറെ കാണാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്, അവരോട് വേണമെങ്കിൽ എന്റെ കൂടെ വരാൻ പറഞ്ഞാൽ മതി. ഉമർഖാദി തങ്ങളുടെ വിവരം പോലീസുകാരറിയിച്ചു. പോലീസുകാർ വന്ന് പള്ളിന്റെ അടുത്ത് ഉമർഖാദി റഹ്മത്തുള്ളാഹി ഇറക്കി മഞ്ചല് കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ചലി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ VIP കൾ കയറുന്ന വാഹനമാണ് മഞ്ചലി. ഇപ്പോ നമ്മൾ മറ്റീസുകാർ എന്നൊക്കെ പറയും പോലെ അന്നത്തെ വലിയ VIP കൾ കയറുന്ന വാഹനമാണ് മഞ്ചലി. അന്നത്തെ ആലിമീങ്ങളും മഹാന്മാരൊക്കെ മഞ്ചലിലാ പോവുക. പിന്നെ അന്ന് ഗ്രൂപ്പും പാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അസൂയില്ലായിരുന്നു എന്ന് മാത്രം. അങ്ങനെ മഞ്ചലിൽ കയറിയിട്ടാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു ബർക്കതുഹു അതുപോലെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ പോകാറുള്ളത്. ഇത് ഞാൻ എന്റെ ബാപ്പയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അക്കാലത്ത് ജീവിച്ചിട്ടില്ല, മഞ്ചലി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വലിയ ജഡ്ജിമാരും കലക്ടർമാരൊക്കെ പോകുന്ന പോലെ മഞ്ചലിൽ കയറിയിട്ട് പോവാണ്. പോലീസുകാർ പറഞ്ഞു, മുസ്ലിയാരെ ഇറങ്ങണം, മഞ്ചലിൽ നിന്ന് ഇറങ്ങണം. നിങ്ങൾ ജയിലിൽ നിന്ന് കാണാണ്ടായി പോയ പുള്ളിയാ. നിങ്ങളൊക്കെ അന്തസ്സിൽ കലക്ടർ പോകുമ്പോൾ മഞ്ചലിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഇറങ്ങി നടക്കണോ പറഞ്ഞു. ഉമർഖാദി പറഞ്ഞു, അത് സംഗതി നിങ്ങൾക്കാർക്കും വെറുപ്പിടിക്കണ്ട. ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ അവർ ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്ക് കൽപ്പിക്കപ്പെട്ട പോലെ ചെയ്യാതെ നിവൃത്തില്ല. ജനങ്ങളെ നിങ്ങൾക്കാർക്ക് ചൂടാണ്ട പോലീസുകാരോട്. അവർ പറഞ്ഞു നിങ്ങൾക്ക് വെറുപ്പൊന്നും പിടിക്കണ്ട, അത് അവർ ഉദ്യോഗം നിർവഹിക്കുകയാണ്, അവർ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരു ശമ്പളം വാങ്ങുന്നവരല്ലേ, അവരോട് നിങ്ങൾക്ക് വെറുപ്പൊന്നും പിടിക്കേണ്ട ആരും ജനങ്ങളോട്. എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു, പോലീസുകാരെ നിങ്ങൾ പറഞ്ഞ ന്യായം തന്നെയാണ്, നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ന്യായമാണ്. പക്ഷെ ഇത് ഞാൻ സ്വന്തം തന്നെ കളക്ടറെ കാണാൻ പോവാണ്, നിങ്ങളില്ലെങ്കിൽ ഞാൻ പോവും. ഞാൻ സ്വന്തം പോകുമ്പോൾ എനിക്ക് മഞ്ചലിൽ കയറി പോയിക്കൂടെ? നിങ്ങൾ പിടിച്ചോണ്ട് പോവാണെങ്കിൽ സംഗതി ശരിയാണ്, ഇങ്ങനെ മഞ്ചലിൽ കയറി കഴിച്ചിട്ട് കൊണ്ടുപോകാൻ പാടില്ല, അല്ലേ? ശരിയാണ്. ആ പോലീസുകാർക്കും തോന്നി പറഞ്ഞ ന്യായം തന്നെയല്ലേ. അങ്ങനെ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി മഞ്ചലിൽ കയറിയിട്ട് പോയി കലക്ടറുടെ അടുത്തേക്ക്. പിന്നീട് ജയിലിൽ കിടന്നിട്ട് മമ്പറത്തങ്ങൾക്ക് കത്തയച്ചു. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയം പറയലല്ല എന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്ന് ത്വരീഖത്തിന്റെ ദിക്ർ വാങ്ങി, പക്ഷേ ജയിലിൽ നിന്ന് പോലും തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കുന്നില്ല. ആ നിലക്കവർ ജീവിച്ചപ്പോൾ അവർക്ക് അല്ലാഹു കൊടുത്ത പവർ എത്രയാണ് സഹോദരന്മാരെ! വലിയ പവർ അല്ലാഹു നൽകി. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഔലിയാക്കളുടെ മക്ബറയുടെ സമീപത്ത് വാതിൽ വരികയും വാല് പറയുകയും അതേ ദിക്റും സലാത്തിലും പങ്കെടുക്കുകയും മറ്റ് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത് തിരിച്ചു പോയാൽ പോരാ. നമ്മുടെ മനസ്സിൽ എപ്പോഴും പടച്ച റബ്ബിനെ പേടി വേണം. ഒരു മനുഷ്യനും ഞാൻ രക്ഷപ്പെട്ടുപോയി എന്ന ചിന്തയിലായിക്കൂടാ, അഹങ്കരിച്ചുകൂടാ, മറ്റൊരാളോട് അസൂയ വെച്ചുകൂടാ. ഒരിക്കലും തന്നെ ഞാൻ വിജയിച്ചു എന്ന് ചിന്തിച്ചുകൂടാ. സർവസമയത്തും മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് അല്ല രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലും അല്ല ശിക്ഷിക്കുമോ എന്ന പേടിയിലും രണ്ടിന്റെയും മധ്യത്തിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ്. എപ്പോഴും അല്ല എന്നെ ശിക്ഷിച്ചു കളയുമോ എന്ന പേടി വേണം, എപ്പോഴും റബ്ബെന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയും വേണം. ആ നിലക്ക് റബ്ബുമായി മനുഷ്യന്റെ കൽബ് അടുക്കണം. അങ്ങനെ റബ്ബുമായി കൽബടുക്കണമെങ്കിൽ കൽബ് ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം നടക്കണമെങ്കിൽ തൗബ വേണം. ആ തൗബയിലെ തൗബത്ത് ഒന്നാമത്തത് തൗബയാണ്. വമിൻഹൽ ഖനാഅത്ത് രണ്ടാമത്തത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടുത്തെ അതുക്കിയതിലെണ്ണി പറഞ്ഞു. അപ്പൊ റബ്ബിലേക്ക് നമ്മുടെ കൽബ് അടുക്കാൻ വേണ്ടി ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യണം. ദുന്യാവിൽ അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണം. ദുന്യാവ് വെട്ടിപ്പിടിക്കണമെന്ന ചിന്ത കൽവിൽ നിന്ന് പോകണം. ദുന്യാവ് ഉണ്ടാകുന്നതിന് വിരോധമില്ല. ബഹുമാനപ്പെട്ട ആരിഫീകൾ പറഞ്ഞു, ദുന്യാവിനെ നീ പാമ്പിനെ പോലെ കാണണം. പാമ്പിനെ പോലെ ദുന്യാവിനെ കാണണം തന്നെ.
പാമ്പിനെ പെട്ടെന്ന് കൊല്ലാൻ തന്നെ പരിപാടി ചെയ്യാൻ കഴിയും. അതല്ല യോഗ്യത. പിന്നെ പാമ്പിനെ കൊല്ലാതെ പാമ്പിനെ പോറ്റുകയും ചെയ്യാ, പാമ്പ് കടിക്കാതെ ഒപ്പിക്കുകയും ചെയ്യാ, അതാണ് യോഗ്യത. പാമ്പ് ഒരിക്കലും കടിക്കുന്നില്ല, സംഗതി പാമ്പ് നമ്മളെ കൂടെ ഉണ്ട്, പാമ്പിനെ നമ്മൾക്ക് കൊന്നിട്ടില്ല, അതാ യോഗ്യത. പാമ്പിനെ കൊല്ലൽ വേഗം കഴിയും. അതുപോലെ ഒരാള് ദുന്യാവ് തീർത്തും കേട്ടോ ഒഴിവാക്കുക, അതല്ല യോഗ്യത. ദുന്യാവ് ഉണ്ട്, പക്ഷേ അത് കടിക്കുന്നില്ല, കടിക്കാതെ ഈ പാമ്പിനെ പോറ്റാൻ കഴിയണം, അതാണ് യോഗ്യത. ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്തണം, ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്തണം. അതിന് ആരിഫീങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി കണ്ടില്ലേ നീ? മൂസാ നബിയോട് അല്ലാഹു ചോദിച്ചു, അതെന്താ മൂസ എന്റെ കയ്യില്? അതാ അസായ, എന്റെ വടി. അതെന്തിനാ? മൂസാ നബി വടിയിൽ പറഞ്ഞ് നിർത്തിയില്ല, അതാ അസായ അതവക്കവ അലിഹ, ഞാൻ അതിന്റെ മേൽ ഊനി നിൽക്കും, ചാരി നിൽക്കും, അങ്ങനെയാണ് എന്റെ വടി, എന്റെ ചാരി നിൽക്കൽ ഈ വടിന്റെ മേലാ. പിന്നെയോ വാഹുസു ബിഹാ അലാ ഗനമി, ഞാന് എന്റെ ആട്ടിനും മറ്റൊക്കെ ഈ വടി കൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ അടിച്ചിട്ട് കൊടുക്കും. വലിയ ഫീഹി മആരിബു ഉഖ്റ, അങ്ങനെ വേറെയും ചില പരിപാടിയൊക്കെ ഉണ്ടതുകൊണ്ട് പല ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു മൂസാ നബി. ഇതെടുത്തുകൊണ്ട് ആരിഫീങ്ങൾ പറയാ, ദുന്യാവ് നീ ഈ വടി പോലെ കണക്കാക്കുക. എന്താ അതിന്റെ അവസ്ഥ എന്നറിയോ നീ? മൂസാ നബിയോട് അള്ളാഹ് എന്ത് പറഞ്ഞു? എന്നാ പിന്നെ അതൊന്ന് ഇട്ടാട്ടെ മൂസാ വെച്ചു. അൽക്കി, അതൊന്നിട്ടാ. ഇട്ടു നോക്കുമ്പോഴത്തിന് ഫൈദാഹിയ സുബ്ഹാനു മുബീൻ, ഇത് ഭയങ്കര പാമ്പല്ലേ. ഇതുവരെ ഇത് വടിയായിട്ട് സംഗതി ഭയങ്കര പാമ്പാണ്. പാമ്പായപ്പോ അല്ലാഹു എന്ത് പറഞ്ഞു മൂസാ നബിയോട്? പാമ്പാണ് വിചാരിച്ച് മാറിക്കളണ്ട, പിടിച്ചോ ഇങ്ങെടുത്തോന്ന് പറഞ്ഞു. ഇങ്ങെടുത്തോന്ന് പറഞ്ഞു. എടുത്തോക്കുമ്പോ വടി തന്നെയാണ്, എടുത്തോക്കുമ്പോ വടി തന്നെയാ. എന്റെ സംഗതി പാമ്പാണ്, അല്ല വടിയാണ്, അല്ല വടിയാണ്, അല്ല പാമ്പാണ്, അല്ല വടി പാമ്പാണ്, അല്ല വടിയാണ്. ഇതിന്റെ ഉദ്ദേശം അതവക്കവ അലൈഹ, പണമില്ലാതെ നമുക്ക് നിലനിൽപ്പുണ്ടാവൂല. അതവക്കവ അലൈഹ, ഈ വടിയില്ലാതെ ഊതി വെക്കാൻ കഴിയില്ല. എന്റെ മുതലാളിമാര് ഊതി പറപ്പിച്ചാളിയും, നമുക്ക് ദീന് പറയാനും കഴിയില്ല, ഇസ്ലാം ദീന് പറയാനും കഴിയില്ല. ഊതി പറപ്പിച്ചാളിയും മുതലാളിമാര്, അല്ലാഹുവിന്റെ ദീനിന്റെ വിലയില്ലാത്ത മുതലാളിമാര്. അതുകൊണ്ട് എന്ത് വേണോ? വടി നമ്മളെ കയ്യിലും വേണം. അതവക്കവ അലൈഹ, അതിന്റെ മേല് ഊന്നി നിൽക്കണം. അപ്പൊ വടി നമ്മളെടുത്തും വേണം, അപ്പൊ സമ്പത്ത് വേണം. അതവക്കവ അലൈഹ, അതെന്താ അതിന്റെ പരിപാടി? നമ്മളെ ആട്ടിന് ഇല അടിച്ചിട്ട് കൊടുക്കണമെന്നില്ലേ? പോരയിലെ പെണ്ണുങ്ങൾക്ക് ചോറ് കൊടുക്കണേ, മക്കൾക്കും കൊടുക്കണോ, നമ്മളെ മുത്താലിമികൾക്കും ഭക്ഷണം കൊടുക്കണോ? അത് പണം കയ്യിലില്ലാണ്ട് സംഗതി നടക്കൂല. മാത്രമല്ല വലിയ ഫീഹി മആരിബു ഉഖ്റ, വേറെയും കുറെ ആവശ്യമുണ്ട്. മദ്രസക്ക് കൊടുക്കണം, യതീംഖാനക്ക് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണോ, ഒരുപാട് പരിപാടിയില്ലേ. പണം കൊണ്ട് പണം തീരെയില്ല എന്നല്ല സംഗതി നടക്കുമോ? അപ്പൊ സംഗതികളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ ഈ വടി വേണം. ഈ വടിയെ സംബന്ധിച്ച് വെച്ച ഒരു വിശ്വാസം വേണം കേട്ടോ. ഇതങ്ങ് വീണാലാ തിരിയ ഫൈദാഹിയ സുബ്ഹാനു മുബീൻ, ഇത് പാമ്പാണ് കേട്ടോ. ഇത് കടിക്കുന്നത് വളരെ നന്നായി ശ്രദ്ധിക്കുകയും വേണം. ഇത് എപ്പോഴും വിഷമുള്ള ഒരു സാധനമാണ്. അതെങ്ങാനും കൊത്തിയാൽ ആകെ അപകടത്തിലായി പോവും. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ തൊട്ട് കടത്തുകയും ചെയ്യരുത്. നിന്റെ മനസ്സിൽ ദുന്യാവ് കടത്താതെ കയ്യിൽ പിടിക്കുക. മനസ്സിൽ ദുന്യാവ് പിടിക്കാതെ കയ്യിൽ പിടിക്കുക. ചെറു തടുക്കുക, ഹൈറ് നേടുക. ഇങ്ങനെയാണ് ആരിഫീങ്ങൾ ദുന്യാവിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അത് തന്നെയാണ് സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ജൈനുദ്ദീനുൽ മാബിരിതങ്ങളും പറഞ്ഞത്. قلبك بالمال لا فقد له تكوى قلا. സുഹുദ് എന്ന് പറഞ്ഞാൽ ദുന്യാവ് ഇല്ലാതിരിക്കുക എന്നല്ല. ദുന്യാവ് ഇല്ലാതിരിക്കുക എന്നല്ല, ദുന്യാവിനെ മനസ്സിൽ സ്നേഹിക്കാതിരിക്കുക, ദുന്യാവിനെ മനസ്സിൽ പ്രേമിക്കാതിരിക്കുക. ദുന്യാവ് ഇല്ലാതെ കാര്യം നടത്തിക്കൊണ്ടുപോകൽ പ്രയാസമാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അതിനെ പൂജിക്കാതെ, മനസ്സിന്റെ ഉള്ളിൽ അതിനെ പ്രിയം വെക്കാതെ നിന്റെ കയ്യിൽ പിടിക്കുക, പുറത്ത് സൂക്ഷിക്കുക. ഖൽബിന്റെ ഉള്ളിൽ സ്നേഹിക്കേണ്ട കാര്യങ്ങളെ സ്നേഹിക്കുക. ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സ് സംസ്കരിച്ചെടുക്കണമെങ്കിൽ തൗബയും ഖനാഅത്തും വേണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടായിരിക്കണം. അനാവശ്യമായ ചെലവുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ചുരുക്കി പറയട്ടെ. അങ്ങനെ ഖൽബിനെ വേണ്ടാത്ത വിചാര വികാരങ്ങളിൽ നിന്നും ഹിർസ് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ദുന്യാവിനോടുള്ള അലച്ചിൽ
ആശയിൽ നിന്നും വേണ്ടാത്ത ആഗ്രഹങ്ങളിൽ നിന്നും ആകാശക്കോട്ടകളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ച് ഇത്താവുന്ന ദുനിയാവിൽ ജീവിച്ചു പോകണം. ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ ചെയ്യണം. ചെയ്യുന്ന സേവനങ്ങൾക്ക് യജമാനന്റെ പൊരുത്തം ലഭിക്കണം. റബ്ബത് സ്വീകരിക്കണം. പോരാ, സദഖ ചെയ്യുന്ന സമയത്ത് പോലും ഹൃദയം പേടിച്ചുകൊണ്ടാണ് സദഖ കൊടുക്കാറുള്ളത്. ഔലിയാക്കൾ മഹാന്മാര് സദഖ ചെയ്യുമ്പോ അവരെ കൽബിൽ പേടിയാണ്. ഇതല്ല സ്വീകരിച്ചു കിട്ടുമോ? എന്റെ സദഖ സ്വീകരിച്ചു കിട്ടുമോ? പേടിച്ചുകൊണ്ടാണ് മഹാന്മാരെ സദഖ. ഹൃദയം പേടിച്ചുകൊണ്ടാണ് സദഖ. ഹൃദയം പേടിച്ചുകൊണ്ടാണ് സർവ്വ അമലും. കഅബ ശരീഫാകുന്ന ബിൽഡിങ്ങിന്റെ പണി, കഅബ ശരീഫാകുന്ന സ്ഥാപനത്തിന്റെ പണിയെടുക്കുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്തില്ലേ? പടച്ചവനെ കബൂൽ ചെയ്യണം, കബൂൽ ചെയ്യണമെന്ന ചിന്തയിൽ അവരെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആരോടും വൈരാഗ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല. ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ പത്തങ്ങോട്ട് പറയലില്ല. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയലില്ല. ഇങ്ങോട്ട് തള്ളിപ്പറഞ്ഞാൽ അങ്ങോട്ട് തള്ളിപ്പറയലില്ല. ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തിയാൽ അങ്ങോട്ട് നിസ്സാരപ്പെടുത്തലില്ല. ഇങ്ങോട്ട് പ്രശ്നം സൃഷ്ടിച്ചാൽ അങ്ങോട്ട് പ്രശ്നം സൃഷ്ടിക്കാറില്ല. ഈ നിലക്ക് സഹോദരന്മാരെ, ഇത് ഫഅബില്ലത്തി അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. അൻപത് കൊല്ലത്തേക്ക് കുറ്റ്യാടിയിൽ സുന്നിയക്ക് മദ്രസില്ലായിരുന്നു, പള്ളിയില്ലേ. ഞാൻ ഓലശെഡ് കിട്ടി മദ്രസയും പള്ളിയൊക്കെ തുടങ്ങി, നിങ്ങളൊക്കെ സഹായം കൊണ്ട് തുടങ്ങിയിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ചങ്ങാതി വന്ന് പ്രസംഗിക്കുന്നു, നമ്മളെ മദ്രസന്റെ കുറ്റം. ആരാ പ്രസംഗിക്കുന്നത്? മുജാഹിദ് ജമാഅത്തൊന്നുമല്ല. അള്ളാഹു അയാൾക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരാള്. അതും കഴിഞ്ഞ് നോക്കുമ്പോ പള്ളിന്റെ തൊട്ടടുത്ത് വേറൊരു ജുമാ. എന്തിനെന്ന് എനിക്കറിയില്ല. പള്ളിയിൽ ധാരാളം സ്ഥലമുണ്ട്, ഒരാളോട് കയറാൻ കയറാറില്ല. പള്ളിക്ക് മതിലും കൂടി ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും കൈക്കോട്ടെ അയച്ചിട്ട് വേറൊരു മദ്രസ തൊട്ട്. എന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അവിടെ ഒരു വയല് നമ്മളെ കോമ്പൗണ്ട് ചാടിക്കടന്നിട്ട്, മതിൽ ചാടിക്കടന്നിട്ട് കുറെ ആൾ വയലെക്കാൻ വേണ്ടി ഇരിക്കും. എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മളെ കോമ്പൗണ്ട് ചാടിക്കടന്നിട്ട് ഒരുപാട് ആൾ വയലെക്കാൻ കുത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ബാറ്റ്സ്മാൻ അയച്ചിട്ട് അപ്പൊ തടയണോന്ന് പറഞ്ഞു. നമ്മളെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട പോലെ ചെയ്യാറ്. ഞാൻ ബാറ്റ്സ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പുറത്തെ കക്ഷികൾ വയൽ പറയുമ്പോ നീ ഒരു കാര്യം ചെയ്യണം, വയലിന്റെ അരമണിക്കൂർ മുമ്പ് പോയിട്ട് നമ്മളെ കോമ്പൗണ്ട് തുറന്നു വെക്കണം. എല്ലാവരും അവിടെ ഇരുന്നിട്ട് വയൽ കേൾക്കട്ടെ. വയലല്ലേ കേൾക്കുക, എല്ലാവരും വയൽ കേൾക്കട്ടെ. അവരെ വയൽ കഴിഞ്ഞാൽ പോയിട്ട് കോമ്പൗണ്ട് എല്ലാവരും ഇറങ്ങിയ ശേഷം പൂട്ടി കൊടുക്കണം. ബെഞ്ചുമല്ല എല്ലാവരും ഇരുന്നോട്ടെ, ഒരു തകരാറുണ്ടാകണ്ടാറ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എനിക്കെന്തോ നഷ്ടം വന്നോ, നമ്മളെ സ്ഥാപനത്തിനെന്തോ കേട് വന്നോ? വളരെ റാഹത്തായി. അപ്പൊ അവരിങ്ങോട്ടും സഹകരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ബിൽഡിങ്ങിന്റെ പണിയെടുക്കുമ്പോൾ അവർ പറഞ്ഞ് കിണറ്റിലെ വെള്ളം ഇവിടുന്ന് എടുത്തോളി, ഇങ്ങോട്ട്. അതാണ് നയം. ഇതൊരു ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാ. ഇത് കഠിന ശത്രുക്കൾ ഉറ്റമിത്രങ്ങളായി മാറും. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ അതിന് കഴിയൂ. വലിയ ഭാഗ്യമുള്ളവർക്ക് അതിന് കഴിയൂ. ഇങ്ങോട്ട് തെറ്റിയുമ്പോ അങ്ങോട്ട് നന്മയ്യ, ഇങ്ങോട്ട് തെറ്റിയുമ്പോ അങ്ങോട്ട് നന്മയ്യ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു പോലീസുകാരെ വന്നിട്ട് അഅബ്ദുൻ അൻത, അടിമയാണോ നീ എന്ന് ചോദിച്ചു. ഇബ്രാഹിം അദ്ഹം നാം, അതെ, അള്ളാന്റെ അടിമയല്ലേ. നാം, കൂടുതൽ ആളെവിടെയുള്ളത് എന്ന് ചോദിച്ചു. മൂപ്പര് ഖബർസ്ഥാനി കൂട്ടി കാണിച്ചു കൊടുത്തു. ഒരുപാട് ആളില്ലേ ഖബർസ്ഥാനി. പോലീസുകാരൻ ചെന്ന് നോക്കുമ്പോ ആരുമില്ല. പോലീസുകാരന് വെറുപ്പിടിച്ച് കൊണ്ട് തടി. ഇബ്രാഹിം നബിനെ അടിച്ചു. കുറെ അടിച്ചപ്പോ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ആരെയാ അടിക്കുന്നറിയോ? ഇബ്രാഹിമിന് അദ്ദേഹമാണ്. പോലീസുകാരൻ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി വന്ന് കാല് പിടിച്ചു മാപ്പ് ചെയ്യണോന്ന് പറയുമ്പോ ഇബ്രാഹിം നബി ബേജാറാണ്ട മോനെ, നീ ഓരോ അടിയും അടിക്കുമ്പോ ഞാൻ അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ട്, നിനക്കല്ല സ്വർഗം തരാൻ വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അതിനാ ദ്വാരത്തത്. നീ അടിച്ച വകയിൽ എനിക്ക് എത്രയാ പ്രതിഫലം അള്ളാഹ് തരുന്നത്, അപ്പൊ കുറച്ച് എനിക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചു.
നീ അടിച്ച വകയിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു എനിക്ക് തരുമ്പോ കുറച്ച് പ്രതിഫലം നിനക്കും കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഞാൻ അല്ലാഹുവോട് നിനക്ക് ഖൈറിന് വേണ്ടി നേർന്നിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞു ഇബ്രാഹിം അദ്ദേഹം. അതാണ് ആത്മസംസ്കരണം നടന്ന മഹാന്മാർ. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങള് തൊപ്പി കട്ടവന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് വിവരം പറയാൻ പിന്നാലെ ഓടിയില്ലേ? സഹോദരന്മാരെ, അവനത് ഹലാലായി കിട്ടാനല്ലേ. പക്ഷേ ദീനിന്റെ ഒരു കാര്യമിങ്ങ് വന്നാൽ അവര് വല്ലാത്ത ഗൗരവക്കാറ് തന്നെ, വല്ലാത്ത ഗൗരവം തന്നെ. കണ്ടില്ലേ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ രാജാവ് വരുന്നു. വന്നിട്ട് പറയുന്നു, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട കുറെ കിതാബുകളുണ്ട്, ഇതൊക്കെ ഒന്ന് സ്ഥലം മാറ്റണം. ഇവിടുന്ന് ഇതൊക്കെ ഒന്ന് സ്ഥലം മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അനധികൃതമായി ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് മാറ്റിവെക്കണമെന്ന് രാഷ്ട്രത്തലവനായ ഭരണാധികാരി വന്ന് പറയുമ്പോ ഇമാം നവവി മുഴുവൻ കേട്ടിട്ട് പറയുന്നു, എടാ അനുവദിക്കില്ല, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാറ്റിവെക്കാൻ അനുവദിക്കില്ല. രാജാവിന്റെ മുഖത്ത് നോക്കിയുണ്ടോ, ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു? സാധു മുസ്ലിയാരല്ലേ ഇത് പറയുന്നു? ഇമാം നവവി റഹിമഹുള്ളയല്ലേ പറയുന്നത്? രാജാവിന് തോന്നി ഇമാം നവവിയെ ഇപ്പൊ തന്നെ ശരിയാക്കണമെന്ന് തോന്നി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പിടിക്കാൻ വേണ്ടി രാജാവ് കാലങ്ങെടുത്തു വെക്കുമ്പോ ഇമാം നവവി തങ്ങളെ സമീപത്ത് നിന്നതാ ഒരു പടുകൂറ്റൻ സിംഹം ഒരൊറ്റ ചാട്ടം ചാടാൻ വേണ്ടി നവവി ഇമാം തങ്ങളെ അടുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. രാജാവ് സിംഹത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം തന്നെ. ചെന്നിട്ട് പറയുന്നു, മാനേജറെ വിളിച്ചിട്ട്, മദ്രസന്റെ മാനേജറെ വിളിച്ച് പറയുന്നു, ആ മുസ്ലിയാർക്ക് ഇനി ഭക്ഷണം കൊടുക്കരുത്, ചെലവ് മുടക്കണം. ആ മുസ്ലിയാർക്ക് ഇനി ശമ്പളം കൊടുക്കരുത്. അപ്പോഴും മാനേജർ പറയുന്നു, ഏത് മുസ്ലിയാർ? നോക്കുമ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മാനേജർ പറയുന്നു, രാജാവേ, കാലം കുറേയായി ദർസ് ഇവിടെ നടത്തുന്നുണ്ട്, പക്ഷേ ഇന്ന് വരെ ഒരു നയാകാശ് ശമ്പളം പറ്റിയിട്ടില്ല. ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പകല് സമയത്ത് നോമ്പെടുക്കുന്ന പണ്ഡിതനാണ്, രാത്രി ഉറക്കമൊഴിക്കുന്ന പണ്ഡിതനാണ്. ബാപ്പ മഗ്രിബിന്റെ സമയത്ത് കൊണ്ട് കൊടുക്കുന്ന കാരക്ക തിന്നു നോമ്പ് മുറിക്കും. പാതിരാ സമയത്ത് കാരക്ക കഴിച്ച് ബാപ്പ കൊണ്ട് കൊടുക്കുന്ന കാരക്ക കൊണ്ട് അത്താഴം കഴിക്കും. ആ പണ്ഡിതൻ ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു നയാകാശ് പ്രതിഫലം വാങ്ങിയിട്ടില്ല. ആ പണ്ഡിതനെ ഞാനൊന്ന് അതാ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാൻ ഒരുങ്ങിയപ്പോ മുന്നിൽ കണ്ട സിംഹത്തിന്റെ കാരണം അത് തന്നെയല്ലേ? രാജാവ് ഇമാം നവവി തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിപ്പോയി. ആ ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന പുത്തൻവാദികളും അവരുടെ വഴികൾ കൈയൊഴിച്ചു പോകുന്ന കള്ളത്തരീഖത്തുകാരും അവരെ കിതാബുകളിൽ പറഞ്ഞത് തള്ളിപ്പറയുന്ന പുത്തൻവാദികളുമൊക്കെ സമൂഹത്തെ നയിക്കുന്നത് എവിടേക്കാണ് സഹോദരന്മാരെ? അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്മാരോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. ഇമാം ഗസാലി റഹിമഹുല്ല അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വലിയ ദിക്ർ ഹൽഖ നടക്കുന്നു. ദിക്ർ ഹൽഖ വലിയ ബഹുമാനമുള്ളതാണ്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ എത്രയോ ഹദീസിൽ അതിന്റെ തെളിവുണ്ട്. അതൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ദിക്ർ ഹൽഖ നടക്കുമ്പോ ഇബ്ലീസിന് തോന്നി ഇവരൊന്ന് പേപ്പിക്കണം, ഹൽക്കയിൽ പങ്കെടുക്കുന്നവരൊന്ന് പേപ്പിക്കണം. ഇബ്ലീസ് പോയിട്ട് കുറെ അവിടുന്ന് കളിച്ചു. ഒരൊറ്റ കുട്ടി ഹൽക്കയിൽ പുറത്തു പോയില്ല. ഇബ്ലീസ് തോറ്റുപോയി. അപ്പൊ ഇബ്ലീസിന് തോന്നി ഇവരെ നേരിൽ പേപ്പിക്കാൻ കഴിയൂല, ഇനി എന്താ പണി? ഇബ്ലീസ് നോക്കുമ്പോ അപ്പുറത്തുണ്ട് കുറെ ആൾക്കാർ, കുറെ തമ്മാടികൾ ചീട്ടിളിക്കുകയും വേണ്ടാത്ത ചെയ്യുകയൊക്കെ ചെയ്ത്. ഇബ്ലീസ് മെല്ലെ അവിടെ പോയി
ഈ തെമ്മാടിത്തം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കേറ്റുണ്ടാക്കി അവസാനം തല്ലായി. ഈ തെമ്മാടികൾ തമ്മിൽ ജോറം തല്ലു തുടങ്ങിയപ്പോ ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്ന ആളുകൾ ശബ്ദം കേട്ടപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അപ്പുറത്ത് ഭയങ്കര തല്ല് കണ്ടപ്പോ നമ്മൾ ഇനിയിപ്പോ ദിക്റും ചൊല്ലിയിരുന്നാ പറ്റുമോ, അവരെ പോയി സമാധാനിപ്പിക്കണ്ടെന്ന് മനസ്സിലാക്കി ദിക്ർ ഹൽക്കയിൽ പങ്കെടുത്ത ആളൊക്കെ ഓടിപ്പോയിട്ട് അവരെ പിടിച്ചു, തല്ലുണ്ടാക്കുന്ന തെമ്മാടികൾ പിടിച്ചു. ഇബ്ലീസ് പറഞ്ഞു എന്റെ മുറാദ് ഹാസിലായിരിക്കും. മൂപ്പര മുറാദ് എന്താ? ഈ ഹൽക്ക പൊട്ടിക്കലാ. അത് പക്ഷേ ഹാസിലാക്കിയത് ഇവര് മുഖേനയാ. എന്റെ സഹോദരന്മാരെ, ആ ശൈത്താനിന്റെ കെണിവലകളിൽ പെട്ടുപോകരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, മക്ബറകളിൽ തലമറക്കാതെ, മാറുമറക്കാതെ, ശരീരം മറക്കാതെ നിങ്ങളെ സൗന്ദര്യം കാണാനിരിക്കുകയല്ല ഖബറിൽ കിടക്കുന്ന ഔലിയാക്കളും. എന്ത് തോന്നിവാസത്തിന് വേണ്ടിയാണ് തലമറക്കാതെ, മാറുമറക്കാതെ, ശരീരം മറക്കാതെ ഔലിയാക്കളെ മക്ബറകളിലേക്ക് ഈ യുവതികളായ സ്ത്രീകൾ കടന്നു വരുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട്, അത് ദിക്റിനായിരുന്നാലും ശരി, വാളിനായിരുന്നാലും ശരി, ഉറൂസിനായിരുന്നാലും ശരി, നേർച്ചക്കായിരുന്നാലും ശരി, ഏത് വിഷയത്തിനാണെങ്കിലും ശരി, സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലരുന്ന സർവ്വപരിപാടികളും ഹറാമ് തന്നെ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളെ വീട്ടിലിരുന്ന് ചൊല്ലാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചൊല്ലുക. ദിക്ർ ചൊല്ലാൻ വേണ്ടി വീട്ടിന്ന് പുറത്തു പോകേണ്ടതില്ല. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി വീട്ടിന്ന് പുറത്തു പോകേണ്ടതില്ല. നിസ്കരിക്കാൻ വേണ്ടി വീട്ടിന്ന് പുറത്തു പോകേണ്ടതില്ല. അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വീട്ടിന്ന് പുറത്തു പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ ഇൽമു പഠിക്കാൻ പോകുന്നതിന് വിരോധമില്ല. പക്ഷേ ശരീരം മുഴുക്കെ മറച്ചുകൊണ്ടായിരിക്കണം. അന്യപുരുഷന്മാരുടെ കൂടെയാകരുത്. കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാരെ കൂടെയാകണം. അല്ലെങ്കിൽ കൽക്കുറ്റ സ്ത്രീകളോടുകൂടെ നിർഭയമായ സാഹചര്യത്തിലായിരിക്കണം. അതുപോലെ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു, അറിയപ്പെട്ട പ്രസിദ്ധമായ ഔലിയാക്കളെ മക്ബറ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ഡിതന്മാര് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഹറാമും വന്നു പോകാത്ത നിലക്കാണെങ്കിലല്ലാതെ ഒരന്യപുരുഷൻ കാണുന്ന വിധത്തിലായാൽ പോലും സിയാറത്തിന് വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല. സിയാറത്ത് സുന്നത്താണെങ്കിലും അന്യപുരുഷന്മാരുമായി ഇടകലരുന്ന വിധത്തിലും കാണുന്ന വിധത്തിലുമായി സ്ത്രീകൾക്ക് സിയാറത്തും പാടുള്ളതല്ല. പണ്ഡിതന്മാരെ കാര്യങ്ങളൊക്കെ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വന്തം കാര്യം മറന്നുപോകാതെ, ആഖിറത്തിന്റെ ചിന്ത കൈവടിയാതെ, റബ്ബിന് തഖ്വ ചെയ്ത് ജീവിച്ച് മനസ്സ് സംസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനേറ്റവും വലിയ മരുന്നാണ് ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുക, സലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സജ്ജനങ്ങളുടെ കൂടെ കൂടി നടക്കുക. വഖാലിത്തിസ്സുലഹാനിൽ തസലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി അഖ്മാറു മൗൽകനി ഫീദാ മസാല മുഖ്തലിഫ ബിമാഇൻ ഹിദിൻ ഫസാലത് മിൻഹു അഖ്റാറു. അഴുക്ക് ചാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം അതേ ശുദ്ധവെള്ളം ഒലിക്കുന്ന പുഴയിലൂടെ ഒലിക്കാൻ തുടങ്ങിയാൽ മലിനജലം ശുദ്ധജലമായി മാറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നല്ല മനുഷ്യന്മാരെ കൂടെ നമ്മൾ ജീവിക്കാൻ ഒരുങ്ങുമ്പോ ചീത്തയായ പ്രവർത്തനങ്ങളുള്ള മനുഷ്യരും നന്നായി തീരുന്നു. നല്ലവരുടെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. ചീത്തയായ കൂട്ടുകാരെ വലിച്ചെറിയുക. ചീത്തയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന മാസികകൾ വലിച്ചെറിയുക. എന്റെ ഉമ്മമാരെ, സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന, നിങ്ങളെ സിനിമയിലേക്ക് ക്ഷണിക്കുന്ന, സിനിമക്ക് പ്രചോദനം നൽകുന്ന സിനിമാ നടന്മാരെ ചിത്രം അടിക്കടി കൊടുത്തിട്ട് സിനിമാ നടന്മാര് പ്രകാശനം നടത്തുന്ന വനിതകൾക്കുള്ള മാസികകളുണ്ടല്ലോ, വലിച്ചെറിയൂ ഈമാനുള്ള ഉമ്മമാരെ.
നല്ലതിനു വേണ്ടി നിങ്ങളെ സമയം ചെലവഴിക്കൂ. പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ ശ്രമിക്കൂ. തസ്ബീഹും ദിക്റും വർദ്ധിപ്പിക്കൂ. സലാത്ത് വർദ്ധിപ്പിക്കൂ. മുഅ്മിനീങ്ങളെ, നിങ്ങളെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാതെ നിങ്ങളെ ആലിമീങ്ങളെ ആദരിക്കുന്നവരാകൂ. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവരാകൂ. കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നവരാകൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാർ അവര് നമ്മുടെ പാർട്ടിയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും തങ്ങന്മാരെ ആദരിക്കൂ. മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കൂ. അല്ലാഹു ബഹുമാനിച്ചതിനെ മുഴുവനും ബഹുമാനിക്കുകയും അവൻ സ്നേഹിച്ചതിനെ മുഴുവനും സ്നേഹിക്കുകയും അവന്റെ സാലിഹീങ്ങളെ വഴിയിൽ കടന്ന് ജീവിക്കുകയും ചെയ്യാൻ വേണ്ടി സന്നദ്ധരാവുക. ആദലക്കുള്ള ജീവിത രംഗത്ത് മുന്നോട്ട് പോയാൽ പടച്ച റബ്ബ് ആഖിറത്തിൽ വലിയ കറാമത്ത് വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ അഡ്വാൻസായും ചിലപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ തന്നുവെന്ന് വരാം. പക്ഷേ ദുനിയാവിൽ കറാമത്ത് കാണാൻ വേണ്ടിയല്ല ഇബാദത്ത് നടത്തേണ്ടത്. ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി, ആഖിറത്തിൽ പവർ കിട്ടാൻ വേണ്ടി, ആഖിറത്തിൽ സലാമത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ആ ചിന്തയിലാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് മുഴുവനും ജീവിച്ചു വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖാദിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ മേലെയുള്ള ആള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ. ഒരൊറ്റ സുബഹിന്റെ ജമാഅത്ത് കൈയൊഴിക്കാതെ ഭരണാധികാരിയാണെങ്കിലും പള്ളിയിലെത്തുന്നുണ്ടല്ലോ. ഇന്ന് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെത്ര, നോട്ടീസിൽ പ്രസിഡന്റ് എന്ന് പേരച്ചടിക്കാറുള്ള പ്രസിഡന്റ്, അതേ നമ്മുടെ പേപ്പറുകളിൽ പേര് വരാറുള്ള പ്രസിഡന്റ്, അധ്യക്ഷം വഹിച്ചത് മൂപ്പരാളെന്ന് പത്രത്തിൽ കണ്ടില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ രാജിവെക്കുന്ന പ്രസിഡന്റ്. ഓ, സെക്രട്ടറിയുടെ ബഹുമാനം നന്ദി പറയുമ്പോ വിട്ടുപോയാൽ അടുത്ത യോഗത്തിൽ സമർപ്പിക്കുന്ന ഹർജി സമർപ്പിക്കുന്ന സെക്രട്ടറി, അതല്ലേ ഇന്നത്തെ ദീനീ പ്രവർത്തനത്തിന്റെ ശൈലി. എന്തിനധികം പറയണം, വഅലിൽ വന്ന മുസ്ലിയാർക്ക് നന്ദി പറയുമ്പോ ഒരുപാട് യാതനകൾ സഹിച്ചു എന്ന് പറയാൻ വിട്ടുപോയാൽ അടുത്ത കൊല്ലം ഡയറിയിൽ സമയം കാണുകയില്ല. ആ നിലയ്ക്ക് സർവ്വരംഗത്തും സർവകക്ഷികളും മതപ്പതിച്ചു പോയൊരു കാലമല്ലേ എന്റെ സഹോദരന്മാരെ. ഉമർ ഇബ്നുൽ ഖത്താബ് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരൊറ്റ ജമാഅത്ത് സുബ്ഹിന്റേത് കൈയൊഴിച്ചില്ല. ഒരു ദിവസം തഹജ്ജുദ് കൈയൊഴിച്ചില്ല. പാതിരാ സമയത്ത് പാവപ്പെട്ടവരുണ്ടോ എന്റെ നാട്ടിലെന്ന് പരിശോധിക്കാനുള്ള കറക്കത്തിൽ പാവപ്പെട്ട ചെറ്റപ്പുരയിൽ നിന്ന് കരയുന്ന കുട്ടികൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ആ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൊടികൾ യവം അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അത് ചാക്കിലാക്കി നിറച്ചിട്ട് തലയിലേറ്റിയിട്ട് പാതിരാ സമയത്ത് ആ പാവപ്പെട്ട കുട്ടികളുടെ ചെറ്റപ്പുറയിലേക്ക് കൊണ്ടുപോയി അത് ഇറക്കി വെച്ചിട്ട് കല്ല് വെച്ച് അതാ അടുപ്പ് കൂട്ടിയിട്ട് തീയൂതി കത്തിച്ച് ചെറിയ മക്കൾക്ക് പത്തിരിയിട്ട് കൊടുക്കുന്നു. തീ ഇങ്ങനെ ഊതുന്ന സമയത്ത് ഭരണാധികാരിയാണ്, സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പിച്ചു പറഞ്ഞ ആളാണ്. വലിയ മഹാനും പണ്ഡിതനും വലിയുമായിരം നൂറുകണക്കിന് കറാമത്തുകൾ പ്രകടമായ വ്യക്തിയുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തീയൂതി കത്തിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നീണ്ട താടിയുടെ ഉള്ളിലൂടെ പുക പൊങ്ങുന്നു. സാധുക്കളെ ഖിദ്മത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അനാഥ കുട്ടികളുടെ അഗതികളായ മക്കൾക്ക് പത്തിരി ചുട്ടുകൊടുക്കുന്ന സമയത്ത് തീയൂതി കത്തിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. യസ്തഖ്ബീലുൻ നാറ ഖൗഫൻ ഫീ വദി
والعين من خشية سالت باقيها. ആ തുല്യതയില്ലാത്ത സേവനം സാധുക്കൾക്ക് ചെയ്യുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരയുന്നു. കരയുന്ന സമയത്ത് എന്തിന് കരയുന്നു? റബ്ബിന്റെ നരകമാകുന്ന അഗ്നിയെ പേടിച്ചതിന്റെ പേരിൽ ആഖിറത്തിൽ ഉമർ നരകത്തിന്റെ സമീപത്തെത്തുമോ? അതിന്റെ മേലെ കൂടി കടന്നു പോകുന്ന ഉമർ പെട്ടെന്ന് അങ്ങ് കടന്നു പോകുമോ? ആ കാര്യം ചിന്തിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ മഹത്തായ സേവനം പാതിരക്ക് ചെയ്യുമ്പോഴും കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തരീഖത്ത് കൂടി പോയി, ഞാൻ ശൈഖിന്റെ കൈപിടിച്ചു പോയി, ഞാൻ സംഘടനയുടെ സെക്രട്ടറിയായി പോയി, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റായി പോയി. ഇനി ഞാൻ എന്തിന് പേടിക്കണമെന്ന് ചിന്തിക്കുന്ന കൽബല്ലേ എനിക്കും നിങ്ങൾക്കുമുള്ളത്. കൽബ് റബ്ബിലേക്ക് അടുപ്പിച്ച് ഭയപ്പെട്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക സഹോദരന്മാരെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മെ അവരുടെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യതയെങ്കിലും കൈവരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ മുഅ്മിനീങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തുൽ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.